ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകീരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവയൻ പാലകൻ താൻ ഇല്ലെനിക്ക് ഖേദമൊട്ടും. യഹോവയൻ പാലകൻ താൻ ഇല്ലെനിക്ക് ഖേദമൊട്ടും. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകീരിയിൽ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനാകുന്ന നല്ല കർത്താവേ, മാർച്ച് മാസം 1-ാം തീയതി ആരംഭ ദിവസത്തിന്റെ പ്രഭാതവേളയിൽ ഞങ്ങൾക്കൊരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. എത്രയോ പ്രിയപ്പെട്ടവർ മരണമെന്ന തിരശ്ശീലയ്ക്ക് മറഞ്ഞപ്പോൾ ദൈവം ഞങ്ങൾക്ക് ഈ മാസക്കാലം കൂടെ പ്രവേശിക്കുവാൻ ഞങ്ങളുടെ ആയുസ്സിനെ നീട്ടിത്തന്ന, ഞങ്ങളുടെ ആരോഗ്യത്തെ നിലനിർത്തിയ ദൈവസ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ എണ്ണത്തിൽ ഒന്നുപോലും കുറയാതെ ഞങ്ങളാകുന്ന ഇടങ്ങളിൽ, സ്ഥാനങ്ങളിൽ ഞങ്ങളെ സൂക്ഷിച്ച കർത്താവിന് നന്ദി. ഈ മിനിസ്ട്രിയെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. ഇതിന്റെ നേതൃത്വ നിരയിൽ അധ്വാനിക്കുന്ന കർത്താവിന്റെ ദാസിക്കായി സ്തോത്രം. ദൈവം തന്റെ മകളെ അനുഗ്രഹിക്കണം. ദാനമായി കൊടുത്ത തലമുറയെ ഏൽപ്പിക്കുന്നു. ആകുന്ന സ്ഥാനത്ത് സൂക്ഷിക്കണം. തന്നോടൊപ്പം തോളോട് തോള് ചേർന്ന് നിന്ന് ഈ മിനിസ്ട്രി പ്രവർത്തിക്കുന്ന എല്ലാ മാന്യ ദൈവദാസിമാരെ ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവ് അവരെ ധാരാളമായി അനുഗ്രഹിക്കണം. കർത്താവെ, ഈ എളിയവന് പ്രിയപ്പെട്ടവരോട് ചേർന്ന് അല്പസമയം കർത്താവിൻ്റെ തിരുവചസ്സിനെ വിളമ്പിക്കൊടുക്കുവാൻ തന്ന സൗഭാഗ്യത്തിന് നന്ദി. തുടർന്നുള്ള ശുശ്രൂഷകളെയെല്ലാം സ്വർഗം അനുഗ്രഹിക്കണം. നല്ലതൊന്നും മറയാൻ കർത്താവ് അനുവദിക്കരുത്. വചനത്തിൻ്റെ വെളിപ്പാട് ഞങ്ങൾക്ക് നൽകണം. വചനത്തിലൂടെ, ആത്മാവിലൂടെ, കൃപാവരങ്ങളിലൂടെ ദൈവനാമ മഹത്വം ഈ പ്രഭാതത്തിൽ വെളിപ്പെട്ട് നിൽപ്പാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്ക് വിരുദ്ധമായി വ്യാപരിക്കുന്ന എല്ലാ എതിർപ്പിന്റെ ശക്തികളെയും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അതിനെ ആത്മാവിൽ ശാസിച്ചു ജയം പ്രാപിക്കും. ഇരിക്കുന്ന ജനം
ഹൃദയംഗമായി സമർപ്പണത്തോടെ ദൈവവചനത്തെ പൂർണ്ണമായി ഏറ്റെടുക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് അവരുടെ മനോമണ്ഡലങ്ങളെ, മനോഭാവങ്ങളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ പ്രാർത്ഥിക്കും. എല്ലാ മഹത്വം ദൈവത്തിന്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കരവും ശബ്ദവും ഉയർത്തി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ക്ലിയർ ആണല്ലോ അല്ലേ? ബുദ്ധിമുട്ടൊന്നും ദൈവനാമം ഈ പ്രഭാതവേളയിൽ വാഴ്ത്തപ്പെടട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പ്രഭാതത്തിൽ പ്രസംഗിക്കായിരിക്കുന്നു. സ്തോത്രം. ഫസ്റ്റ് ടൈമാണ്. സ്തോത്രം. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. എന്നെ കുറെ നാളുകളായിട്ട് കർത്താവിൻ്റെ ദാസി ഈ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പോഴൊന്നും എനിക്ക് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞില്ല. എൻ്റേതാകുന്ന തിരക്കുകൾ കൊണ്ടാണ്. ദൈവദാസിയുടെ പ്രശ്നമൊന്നുമല്ല, എൻ്റേതാകുന്ന ടൈം ടേബിളിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്ക് ഇന്ന് പകൽ എനിക്ക് മീറ്റിംഗ് ഉണ്ട്. ഇത് പ്രസംഗിച്ചിട്ട് അല്പനേരം വിശ്രമിച്ചിട്ട് വേണം എനിക്ക് ആ മീറ്റിങ്ങിന് പോവാൻ. സ്തോത്രം. ഇന്ന് പകല് പ്രാർത്ഥനയുണ്ട്. ഇന്നലെ സ്തോത്രം പകല് പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒത്തിരി ലേറ്റായിട്ടാണ് വന്നേ. പിന്നെ ഈവനിങ് 7:30 to 9 PM നമ്മുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഫാസ്റ്റിംഗ് പ്രെയർ. അത് കഴിഞ്ഞിട്ട് 12 മുതൽ 1 മണി വരെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാനിപ്പോൾ 4ാമത്തെ പ്രെയറിലായിരിക്കുന്നു. ഞാൻ ഇന്ന് ആ ദിവസം 4ാമത്തെ പ്രെയറിലായിരിക്കും. സ്തോത്രം. ഇപ്പം ഞാൻ അല്പം പോലും ഒന്ന് ഉറങ്ങിയിട്ടില്ല, വിശ്രമിച്ചിട്ടില്ല. ഇതുകൂടെ കഴിഞ്ഞിട്ട് കിടക്കാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്കിന്ന് പകല് ചർച്ചിൽ ശുശ്രൂഷയുണ്ട്, അങ്ങോട്ട് പോകണം. അവിടെ 3 days ഫാസ്റ്റിംഗ് പ്രെയർ ആണ്. ഞാൻ വൈകിട്ട് എനിക്ക് ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് പകല് വരാം എന്ന് ഞാൻ ദൈവദാസന് പ്രോമിസ് ചെയ്തതാണ്. അതുകൊണ്ട് വേഗത്തിൽ കർത്താവ് നൽകി തന്ന ഒരു വചന വെളിപ്പാട് വളരെ പ്രാർത്ഥനയോടെ നിങ്ങളെ അറിയിച്ച് ദൈവസന്നിധി ഇരിക്കാൻ ഞാനും താല്പര്യപ്പെടുന്നു. എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസിക്കും ഈ മീറ്റിങ്ങിലുള്ള എല്ലാ മാന്യ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് എന്നെ വെളിപ്പെടുത്തിയ ഒരു ദൈവവചനമുണ്ട്. സ്തോത്രം. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കർത്താവ് തന്ന ഒരു വെളിപ്പാടുണ്ട്. സ്തോത്രം. അതിനോടനുബന്ധിച്ചാണ് കർത്താവ് ഇന്ന് രാത്രി ശുശ്രൂഷിപ്പാൻ എന്നെ നിയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കല്ലേ, മാർച്ച് മാസം 1-ാം തീയതി ഈ പുള്ളിയെ വിളിക്കണ്ടായിരുന്നു. പ്രസംഗം കഴിഞ്ഞ് ചിന്തിക്കുകയൊന്നും ചെയ്യല്ലേ. സ്തോത്രം. ദൈവം എനിക്കൊരു വെളിപ്പാട് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ നിലയിലായിരിക്കും ശുശ്രൂഷ ചെയ്യുന്നത്. എനിക്ക് സമയ പരിമിതി അറിയില്ല. 3 മുതൽ 6 വരെ ആ പ്രാർത്ഥനയെന്നാണ് പാൻറ്റി പറഞ്ഞത്. പക്ഷേ ഈ മീറ്റിംഗിൽ ടൈം അൺലിമിറ്റഡ് ആണെന്ന് തോന്നുന്നു. എങ്കിലും ഞാൻ 1 മണിക്കൂർ ശുശ്രൂഷിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അതിനുശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ ആഗ്രഹം അതാണ്. പിന്നെ പരിശുദ്ധാത്മാവ് മുൻപോട്ട് കൊണ്ടുപോയാൽ അറിയത്തില്ല. എൻ്റെ ഒരാഗ്രഹം അതാണ്. സ്തോത്രം. അത് ഞാൻ മുന്നമേ അങ്ങ് പറഞ്ഞതാ. കാരണം 1 മണിക്കൂർ
പ്രസംഗിച്ച് ഞാൻ നിർത്തിക്കഴിഞ്ഞ് നിങ്ങൾ ചിന്തിക്കരുത്, വിളിച്ചിട്ട് 1 മണിക്കൂറേ പറഞ്ഞുള്ളല്ലോ എന്ന് ചിന്തിക്കരുത്. അപ്പം അതുകൊണ്ട് ഞാൻ മുന്നമേ അങ്ങ് ജാമ്യം എടുത്തതാണ്. സ്തോത്രം. അപ്പൊ വളരെ പ്രാർത്ഥനയോടെ ഒരു ചിന്ത നമുക്ക് അതിലേക്ക് കടക്കാം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു പ്രാർത്ഥനാ സമയമാണ്. സ്തോത്രം. അപ്പോ അതിനോടനുബന്ധിച്ച് ആ പ്രാർത്ഥനാ ജീവിതത്തെ ഇന്ന് രാത്രിയിൽ നമ്മളൊന്ന് ഒരുക്കേണ്ടത് വളരെ ആവശ്യമാണ്. സ്തോത്രം. ആ പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്ക് സത്യത്തിൽ ഈ മീറ്റിംഗ് ഓർത്ത് സന്തോഷമുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ ഈ സമയത്തൊന്നും ആരും ഇങ്ങനെ ഉണർന്ന് പ്രാർത്ഥിക്കാനൊന്നും സമയം ചെലവിടാറില്ല. ഈ സമയങ്ങൾ ഇങ്ങനെ ഇനി എഴുന്നേറ്റാൽ തന്നെ അവരുടെ വീട്ടിലിരുന്ന് പേഴ്സണലി പ്രാർത്ഥിക്കുക, അല്ലാതെ ഇങ്ങനൊരു സൂമിൽ വന്ന് ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിരുന്നൊരു പ്രാർത്ഥനയ്ക്കൊന്നും അങ്ങനെ കാണാറില്ല. സ്തോത്രം. പക്ഷെ നിങ്ങളത് കണ്ടിന്യൂ എല്ലാ ആഴ്ചയിലും എല്ലാ ആഴ്ചയിലും അല്ലേ, എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച എല്ലാ ദിവസവും ഉണ്ട്. നിങ്ങളത് ചെയ്തു വരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മുഖവരകളെല്ലാം നമുക്ക് ഒഴിവാക്കാം. എന്നെ പരിചയപ്പെടുത്തണ്ടല്ലോ, അറിയാലോ. ഇനി വെറുതെ അതുകൂടെ പറഞ്ഞ് വെറുതെ സമയം കളയണ്ട. അതുകൊണ്ട് മിക്ക പേർക്കും എന്നെ അറിയാം. സ്തോത്രം. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഒരു വാക്യം മതി. വളരെ വളരെ ശാന്തമായി, വളരെ ലളിതമായി നിങ്ങൾ എന്നോട് കൂടിയിരിക്കേണ്ട, ഞാൻ പ്രസംഗിക്കുന്ന വചനത്തോടു കൂടിയിരുന്നാൽ മതി. സ്തോത്രം. വളരെ ലളിതമായി, വളരെ മനസ്സിലാകുന്ന നിലയിൽ ചില കാര്യങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ചിന്തിച്ച് നമുക്ക് വേഗത്തിൽ അവസാനിപ്പിക്കാം. അതിനാധാരമായി ഒരു വാക്യം വായിച്ച് സഹായിക്കുമല്ലോ അല്ലേ. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-ാമത്തെ വാക്യം ഒരാളൊന്ന് വായിച്ചാൽ നന്നായിരിക്കും. മത്തായിയുടെ സുവിശേഷം 26-ന്റെ 41. മ്യൂട്ടാ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി വളരെ സുപരിചിതമാകുന്ന ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. ഇഷ്ടം പോലെ പ്രാവശ്യം നമ്മൾ സ്വയം വായിച്ചിട്ടുണ്ട്. കൂടാതെ അനേക ദൈവഭൃത്യന്മാർ ശുശ്രൂഷിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായ നിലയിൽ തിരിച്ചറിവുള്ള ഒരു തിരുവചനമാണ് വായിച്ചത്. യേശുക്രിസ്തു തന്നെ ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചതിൻ്റെ ദൗത്യ നിർവഹണ സമയത്തോട് അടുക്കുന്ന നേരത്ത് ഒരു പ്രാർത്ഥനയ്ക്കായി പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൊണ്ടുപോയി. ഈ ഭാഗം നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിച്ചത്. പരീക്ഷയിൽ നിങ്ങൾ അകപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ആ വിഷയം എടുക്കുന്നില്ല. സ്തോത്രം. അടുത്ത വിഷയമാണ് ചിന്തിക്കാൻ പോകുന്നത്. ആത്മാവോ ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. ഇതാണ് ഇന്ന് രാത്രി ചിന്തിക്കുക, ഇന്ന് പകൽ ചിന്തിക്കാൻ പോകുന്നത്. ആത്മാവോ ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. സത്യത്തിൽ ഈ 3 മണിക്കൊക്കെ നിങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നെങ്കിലും പലർക്കും ക്ഷീണം കാണും ശരീരത്തിൽ. പലർക്കും അവരുടേതാകുന്ന ശാരീരിക ക്ഷീണങ്ങൾ കാണുമായിരിക്കാം. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട
സുവിശേഷങ്ങളിൽ ഒന്നാണ് മത്തായിയുടെ സുവിശേഷം. മത്തായി എന്ന വാക്കിന്റെ അർത്ഥം യഹോവയുടെ ദാനം എന്നാണ്. മത്തായി എന്ന വാക്കിന്റെ അർത്ഥം യഹോവയുടെ ദാനം. നമുക്കറിയാം മത്തായി ഒരു ചുങ്കക്കാരനായിരുന്നു. ചുങ്കക്കാരൻ. സ്തോത്രം. അദ്ദേഹമാണ് ഈ പുസ്തകം എഴുതിയത്. അദ്ദേഹമാണ് പുസ്തകം എഴുതി. അദ്ദേഹം കർത്താവിനെ കണ്ടത് യഹൂദന്മാരുടെ രാജാവായിട്ടാണ്. കർത്താവിനെ കാണുന്നു രാജാവായിട്ട്. സ്തോത്രം. അപ്പോൾ ഈ മത്തായി ഈ സുവിശേഷം എഴുതിയതിന് തെളിയിക്കാൻ രണ്ട് കാരണം ഞാൻ പറയാം. ഒന്ന്, സ്തോത്രം, ഈ സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ പണത്തെക്കുറിച്ച് അധികമായി ഈ സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. എഴുത്തിൽ പണത്തെക്കുറിച്ച്. സ്തോത്രം. ഹല്ലേലൂയ. ആ മത്തായിയുടെ സുവിശേഷം വായിച്ചവർക്കറിയാം ഈ പണം സംബന്ധിച്ച് കൂടുതലും എഴുത്തുകൾ ഈ സുവിശേഷത്തിൽ വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ജോലി അതായിരുന്നല്ലോ, പിരിവേ. സ്തോത്രം. പിരിവായിരുന്നു. അപ്പം ആ എഴുത്തിൽ അത് വന്നിട്ടുണ്ട്. അതാണ് ഒരു തെളിവ്. രണ്ടാമത്തെ തെളിവ്, ഈ രേഖകൾ തയ്യാറാക്കി സൂക്ഷിക്കുന്നവരായിരുന്നു ഇവര്. രേഖകൾ, കൃത്യമാകുന്ന രേഖകൾ തയ്യാറാക്കി സൂക്ഷിക്കുന്നവരാ ഇവർ. അപ്പൊ ഈ മത്തായിയുടെ സുവിശേഷം പഠിക്കുമ്പം യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങൾ ഒന്നും വിട്ടുകളയാതെ വിശദമാകുന്ന നിലയിൽ തന്നെ മത്തായി തന്റെ സുവിശേഷത്തിൽ അത് എഴുതി. സ്തോത്രം. കാരണം ഈ രേഖകൾ എഴുതി സൂക്ഷിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഗിരിപ്രഭാഷണം ഒന്നും വിട്ടിട്ടില്ല. എല്ലാം വൃത്തിയായിട്ട് എല്ലാം നിരത്തി. സ്തോത്രം. ഒരു പാരഗ്രാഫ് പോലെ അങ്ങോട്ട് എഴുതി. സ്തോത്രം. ഈ നമ്മൾ എടുത്ത 26-ാമത്തെ അധ്യായം തന്നെ നിങ്ങൾ നോക്കിയേ, 75 വാക്യങ്ങളുണ്ട് ഒറ്റ അധ്യായത്തിൽ. സ്തോത്രം. ഒറ്റ അധ്യായത്തിൽ 75 വാക്യങ്ങളുണ്ട്. 75 വാക്യം. അപ്പം അദ്ദേഹത്തിന്റെ ഒരു എഴുത്ത് അങ്ങനെ. സ്തോത്രം. അപ്പൊ ഇതൊക്കെയാണ് മത്തായി ഈ സുവിശേഷം എഴുതി എന്നതിന്റെ ചില തെളിവുകൾ. ഓക്കെ, അത് നിങ്ങളുടെ അറിവിലേക്ക് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ രാത്രിക്ക് 4 യാമമുണ്ട്, നിങ്ങൾക്കറിയാം. സ്തോത്രം. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോഴേ എനിക്കറിയാം, നിങ്ങൾക്കറിയാം. 4 യാമങ്ങളുണ്ട് രാത്രി. ഒന്ന് 6 മുതൽ 9 വരെ, സന്ധ്യയ്ക്ക് 6 മുതൽ 6 PM മുതൽ 9 PM വരെ. അതിനെ മാനുഷിക യാമം എന്നാ പറയുന്നത്. പഠിപ്പിക്കുന്നത്. സ്തോത്രം. സാധാരണ ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ള സമയത്ത് ഞങ്ങൾ പഠിപ്പിക്കാറുള്ളതാണ്. 6 മുതൽ 9 വരെയുള്ള യാമത്തെ മാനുഷിക യാമം എന്ന് പറയും. മാനുഷിക യാമം എന്ന് വെച്ചാൽ ആ സമയത്ത് മനുഷ്യന്റെ സംസാരം, മനുഷ്യന്റെ പ്രവർത്തികൾ, മാനുഷികമാകുന്ന കാര്യങ്ങളാണ് കൂടുതലും വെളിപ്പെട്ട് നിൽക്കുന്നത്. സ്തോത്രം. 6 മുതൽ 9 വരെ. അടുത്ത രണ്ടാമത്തെ യാഗമാണ് 9 മുതൽ 12 വരെ. അതിനെ മൃഗയാമം എന്നാ പറയുന്നത്. മൃഗയാമം. 9 മുതൽ 12 വരെയുള്ള യാമത്തെ മൃഗയാമം എന്നാ പറയുന്നത്. മൃഗയാമം എന്ന് വെച്ചാൽ, സ്തോത്രം, ഈ സമയത്താണ് ഈ മൃഗങ്ങളെല്ലാം ഓരോ പ്രശ്നം ഉണ്ടാക്കും. ഭയങ്കര ബഹളമായിരിക്കും. സ്തോത്രം. അപ്പൊ ഞങ്ങളുടെ ഇവിടെ തന്നെ ആ ഒരു സമയം ആകുമ്പത്തേന് ഈ ദേശത്തില്ലാത്ത നായ്ക്കൾ വരെ ഈ ദേശത്ത് വന്ന് കുരയ്ക്കുന്നൊരു ഫീലാണ്. ഭയങ്കര പ്രശ്നമാണ്. പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്തോത്രം. അവർ മൃഗയാമം എന്നാ പറയുന്നത്. മൂന്നാമത്തെ യാമമാണ് 12 മുതൽ 3 മണി വരെ. ആ യാമത്തെ പൈശാചിക യാമം എന്നാ പറയുന്നത്. പൈശാചിക യാമം. അതായത് 12 മുതൽ
3 വരെയുള്ള യാമം. പൈശാചിക എന്ന് വെച്ചാൽ ആ സമയത്താണ് കൂടുതലും പൈശാചിക ശക്തിയുടെ വ്യാപാരം വെളിപ്പെട്ടു വരുന്നത്. സ്വതന്ത്രം ഏറ്റവും അവസാനത്തെ യാമത്തിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. 3 മുതൽ 6 വരെയുള്ള യാമം. ആ യാമത്തിനെ ദൈവീക യാമം എന്നാ പറയുന്നത്. ദൈവീക യാമം. സ്തോത്രം എന്ന് വെച്ചാൽ ഈ യാമത്തിൽ അസാധാരണമാകുന്ന ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന സമയമാണ്. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലായോ? സ്തോത്രം. അങ്ങനെയാണ് 4ആയിട്ട് യാമങ്ങളെ തരം തിരിച്ച് പഠിക്കുന്നത്. നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറഞ്ഞതേ. സ്തോത്രം. ഇതൊന്നും എൻ്റെ ദൂതല്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ 4ആം യാമത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് രാത്രി അല്ലെ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ ഇടയായി തീരണം. സ്വതന്ത്രം. ഹല്ലേലൂയ. അതാഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അവർ ഒരാമേൻ പറയണം. ഹല്ലേലൂയ. വെറുതെ ഒരു പ്രാർത്ഥനയ്ക്ക് ഇരുന്നു എന്നുള്ളതല്ല, വെറുതെ ഒരു പ്രസംഗം കേട്ടു എന്നുള്ളതല്ല, മറിച്ച് കർത്താവേ, ഈ പ്രഭാതത്തിൽ അസാധാരണമാകുന്ന ഒരു പ്രസൻസ്, ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം എന്നെ അനുഭവിപ്പാൻ ഇടയാക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ജഡത്തിന് ബലഹീനതയുണ്ട്, എന്നാൽ ആത്മാവിന് ഒരുക്കമുണ്ട്. സ്തോത്രം. ഈ പ്രസംഗം കഴിയുമ്പോൾ ഇത് തല തിരിയുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അങ്ങനെ ഒരു പേടിയുണ്ട്. സ്തോത്രം. ജഡത്തിന് ഒരുക്കമുണ്ട്, ആത്മാവിന് ബലഹീനതയുണ്ട്. അങ്ങനെ തിരിയരുത്. ശ്രദ്ധിച്ചു കേട്ടോണം. ജഡം ബലഹീനവും ആത്മാവ് ഒരുക്കമുള്ളതും. സ്തോത്രം. ഇനി ശ്രദ്ധിക്കണമേ, ഈ യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങൾ കേട്ടോ? നിങ്ങളുടെ മുമ്പിൽ ഒരു പരീക്ഷ വെളിപ്പെടാനുണ്ട്. ഒരു പരീക്ഷ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടാൻ പോവാ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ ഉണരണം. നിങ്ങൾ പ്രാർത്ഥനയിൽ ഉണരണം. ഉണരണമെങ്കിൽ ഒരുക്കമുള്ള ആത്മാവിനാൽ നിങ്ങൾ ജഡത്തെ ജയിക്കണം. സ്തോത്രം. മനസ്സിലായോ പറഞ്ഞേ? ഒരുക്കമുള്ള ആത്മാവിനാൽ ജഡത്തെ എന്ത് ചെയ്യണം? ജയിക്കണം. ജഡത്തെ ജയിക്കണം. സ്തോത്രം. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് നമുക്ക് നൽകി തരുന്ന ഒരു കാഴ്ചപ്പാട് ഞാൻ ആദ്യമേ അങ്ങ് പറയുക. നിങ്ങളുടെ അകത്ത് ദൈവം പകർന്ന ആത്മാവിന്റെ സാന്നിധ്യത്താൽ, ആത്മാവിന്റെ ശക്തിയാൽ ചില ജഡത്തിന്റെ ബലഹീനതകളെ നിങ്ങൾ ജയിക്കാൻ തുടങ്ങണം. സ്തോത്രം. ഹല്ലേലൂയ. അതിനാഗ്രഹമുള്ള എത്ര പേരുണ്ട്? ഞാൻ അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ്. എന്നോട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥനാ മുറിയിൽ ഇടപെട്ടൊരു കാര്യമുണ്ട്. സ്തോത്രം. ഈ നിരന്നിരിക്കുന്ന പല പ്രിയപ്പെട്ടവർ, ഇവര് ഈ മീറ്റിങ്ങിൽ ഇരിക്കുന്നുണ്ട്, ഇവര് പ്രാർത്ഥിക്കുന്നവരാ. പക്ഷേ എന്നോട് ആത്മാവ് ഇടപെട്ടൊരു വെളിപ്പാടിതാ. വേണ്ട പോലെ പ്രാർത്ഥിക്കാൻ കഴിയാതെ, അങ്ങനൊരു വാക്ക് പരിശുദ്ധാത്മാവ് ഞാനിത് ധ്യാനിച്ചപ്പോൾ എന്നോട് ഇടപെട്ടു. വേണ്ട പോലെ പ്രാർത്ഥിക്കാൻ കഴിയാതെ ജഡികമാകുന്ന ബലഹീനതയിടുന്ന ജഡത്തിൻ്റെതാകുന്ന ചില പ്രവർത്തനങ്ങളെ ദൈവത്തിന്റെ അസാധാരണമാകുന്ന സാന്നിധ്യം ഇറങ്ങി വരുന്ന ഈ 4ആം യാമത്തിൽ ജയിക്കാൻ ഒരവസരം നിന്റെ മുമ്പിൽ പരിശുദ്ധാത്മാവ് തുറന്നു വെച്ചാൽ നീ അത് ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണോ? സ്തോത്രം. ഹല്ലേലൂയ. എന്നോട് ദൈവാത്മാവ് അങ്ങനെ ഇടപെട്ടു. വേണ്ട പോലെ പ്രാർത്ഥിക്കാൻ
നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ജഡത്തിൽ ഹല്ലേലൂയ പലവിധ ബലഹീനതകൾ കൊണ്ടിടുന്ന ഹല്ലേലൂയ പൈശാചിക പദ്ധതികളെ ഇന്ന് രാത്രി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ അകത്തു നിന്ന് കൂടുപൊളിച്ചെനിക്ക് പുറത്തു വരണമെന്ന് അകത്തളങ്ങളിൽ അതിയായ ആഗ്രഹം ഈ 4-ാം യാമത്തിൽ ദൈവത്തിന്റെ മുമ്പാകെ വെക്കാൻ മനസ്സുള്ളവരുടെ മേൽ ഇന്ന് രാത്രി ഈ വചനത്തിന്റെ ശക്തി ക്രിയ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആത്മാവിന് ഒരുക്കമുണ്ടേലും ജഡത്തിന് അതിനെ നിഗ്രഹിക്കാൻ പറ്റും. നമ്മുടെ ആത്മാവിന്റെ ഒരുക്കത്തെ ഇല്ലാതാക്കാൻ ജഡത്തിന് പറ്റും. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ജഡത്തെ ജയിക്കണം, ജഡത്തെ ജയിക്കണം. സ്തോത്രം. എന്താ ജയിക്കണ്ടേ? സത്യത്തിൽ നമ്മളെപ്പോഴും വായിക്കാറും കേൾക്കാറും ഉള്ളതാ, ജഡത്തെ എന്ത് ചെയ്യണം? ജയിക്കണം, ജഡത്തെ ജയിക്കണം. സ്തോത്രം. പക്ഷേ ജഡത്തിൽ എന്താ ജയിക്കണ്ടേ എന്നുള്ളത് പലപ്പോഴും നമുക്ക് അറിയത്തില്ല. സ്തോത്രം. നമ്മുടെ ജഡത്തിൽ ഉണ്ടെങ്കിലും നമുക്കത് അറിയത്തില്ല, പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. സ്തോത്രം. അതിനാധാരമായ ഒരു വാക്ക് ഞാൻ വായിക്കാം. ഒന്ന് വായിക്കാമോ? റോമർക്കെഴുതിയ ലേഖനം. നമുക്ക് വിഷയം ആരംഭിക്കാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 13-ാമത്തെ വാക്യം. 1 തൊട്ടാണ് ഫസ്റ്റ്. 1 തൊട്ട്. റോമർ 8:13. റോമർ 8:13 ഞാൻ വായിക്കണം. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കാം, വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല. റോമാലേഖനം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരം അതന്നെ ആന്റി, ഇത്ര സ്പീഡിൽ പോയാ എനിക്ക് പറ്റത്തില്ല കേട്ടോ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. സ്തോത്രം. അപ്പോ അവിടെ അപ്പോസ്തലൻ പറയാ, നിങ്ങൾ ജഡത്തിൽ ജീവിച്ചാൽ നിങ്ങൾ നിശ്ചയമായിട്ടും എന്ത് ചെയ്യും? നിശ്ചയമായിട്ട് നിങ്ങൾ മരിക്കും. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ പ്രവർത്തികളെ ജഡത്തിന്റെ പ്രവർത്തികളെ നിങ്ങൾ മരിപ്പിക്കണം. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അതിനെ കൊന്നുകളയണം. സ്തോത്രം. ജഡത്തിൻ്റെതാകുന്ന പ്രവൃത്തി നിങ്ങൾ ചെയ്താൽ നിങ്ങൾ മരിക്കും എന്ന് വെച്ചാ, സ്തോത്രം, അതിനെ കാണിക്കുന്നത് ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ഒരു ബന്ധമുണ്ട്, ഒരു ആത്മീയ ജീവിതം, അത് മരിക്കുമെന്ന അർത്ഥം. സ്തോത്രം. ആരും ഡെഡ് ബോഡി ഒന്നും കാണരുത്, അതല്ല അർത്ഥം. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് അവിടെ പറയുന്നത് ആത്മീയ മരണം നിങ്ങൾക്ക് എന്ത് ചെയ്യും? സംഭവിക്കും. ആത്മീയ മരണം സംഭവിക്കും. അതുകൊണ്ട് പൗലോസ് പറയുന്നു, അങ്ങനൊരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ നിങ്ങൾ ആത്മാവിൽ നിന്നുകൊണ്ട് ജഡത്തിന്റെ പ്രവർത്തികളെ നിങ്ങൾ കൊല്ലണം. സ്തോത്രം. ഇത് ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയാവോ? നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കാൻ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കാൻ. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ സ്തോത്രം, ഹല്ലേലൂയ, തിരുവെഴുത്ത് വായിക്കുമ്പോൾ ഈ ജഡത്തിന് അനുസരിച്ച് ജീവിക്കാതിരിക്കാൻ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം 6-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, 8:6 എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതിലേറ്റവും
ഏറ്റവും അപകടകാരിയാണ് ജഡത്തിന്റെ ചിന്ത. സ്വോത്രം. ജഡത്തിന്റെ മനസ്സിലായോ? ചിന്ത മരണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിലേറ്റവും അപകടകരമായ ഒരു വിഷയമാണ് ജഡത്തിന്റെ ചിന്ത. മനസ്സിലായി? നിന്റെ മൈൻഡിൽ ജഡിക ചിന്തകൾ കയറി വരുന്നത് ജഡത്തിൽ നിന്നെ ജീവിപ്പിക്കാൻ ഫോഴ്സ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈ വചന വെളിപ്പാട് നിങ്ങൾ ഇന്ന് രാത്രി സ്വീകരിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇതിന്റെ പരിണിത ഫലം ആത്മീയ ജീവിതത്തിൽ ശക്തമായൊരു വിടുതല് പരിശുദ്ധാത്മാവ് ചെയ്യും. സ്തോത്രം. അപ്പോൾ എന്നോട് ദൈവാത്മാവ് പ്രാർത്ഥനാ മുറിയിൽ ഇങ്ങനെ വെളിപ്പെടുത്തിയേ, ഏറ്റവും നമ്മുടെ ഒരുക്കമുള്ള ആത്മാവിനെ, നമ്മുടെ ആ ഒരുക്കമുള്ള ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മളിൽ വെളിപ്പെടേണ്ടതുപോലെ വെളിപ്പെടാതെ വണ്ണം അതിന് വിരോധമായി നിലകൊള്ളുന്ന പ്രധാനപ്പെട്ട ഒരു അപകട വിഷയമാണ് ജഡത്തിലെ ചിന്ത. സ്തോത്രം. ഹല്ലേലൂയ. ജഡത്തിലെ ചിന്ത. സ്തോത്രം. ആമേൻ. ജഡത്തിലെ ചിന്ത. ഈ ജഡത്തിലെ ചിന്തയെ വേണം ആദ്യം ജയിക്കാൻ. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ട്? ഈ ജഡിക ചിന്തയെ വേണം ആദ്യം ജയിക്കാൻ. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുക. പലപ്പോഴും ആത്മീയ നിലവാരത്തിലേക്ക് ഉയർന്നു വരാൻ കഴിയാതെ, പലപ്പോഴും നിന്റെ ജഡത്തിൽ ഹല്ലേലൂയ പലവിധമാകുന്ന ചിന്തകളും ഭാരങ്ങളും കൊണ്ടിട്ട് നിന്റെ ആത്മീയമാകുന്ന വളർച്ചയ്ക്ക് വിരുദ്ധമായി ശത്രു ഒരുക്കുന്ന പദ്ധതിയെ ഇന്നു രാത്രി ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ അതിൻ്റെ അകത്തൊരു ജയം പ്രാപിക്കാൻ ആഗ്രഹമുള്ളവർ ഇന്നു രാത്രി ഈ തിരുവെഴുത്തിന്റെ മുമ്പിൽ, ഈ വെളിപ്പാടിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ഹല്ലേലൂയ. എന്നോട് ആത്മാവ് ഇങ്ങനെ ഇടപെടുക. പലർക്കും പ്രാർത്ഥിച്ച് കേറാൻ കഴിയാത്തത് ജഡത്തിന്റെ പല ചിന്തകളാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പല ഭാരങ്ങൾ, പല വിഷയങ്ങൾ, അല്ലെങ്കിൽ പലതും ജഡികമാകുന്ന മൈൻഡിൽ, ജഡത്തിന്റെ മൈൻഡിൽ, ചിന്തയിൽ ഹല്ലേലൂയ സ്തോത്രം കൊണ്ടിട്ട് നിന്റെ ആത്മീയത്തിന്റെ ഒരുക്കത്തെ നഷ്ടപ്പെടുത്തുന്ന, നിന്റെ ആത്മീയതയുടെ വളർച്ചയെ നഷ്ടപ്പെടുത്തുന്ന ഹല്ലേലൂയ പിശാചിന്റെ തന്ത്രത്തെ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് മറനീക്കി ഇന്ന് രാത്രി ചിലരുടെ മേൽ വെളിപ്പെടുത്തി തരികയാ. ഇത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ ജഡികമാകുന്ന ചിന്തകളോട് പോരാടുന്ന ചില പൈശാചികമാകുന്ന ചില പദ്ധതികൾ ഈ രാത്രി, ഈ പ്രഭാതത്തിൽ എന്റെ ദൈവം ശാസിക്കുന്ന പകലാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അങ്ങനെ ആരെങ്കിലും ഇങ്ങനൊരു അനുഭവം അല്ലെങ്കിൽ അനുഭവിക്കുന്ന ആരെങ്കിലും ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ, ഇത് ചിലപ്പോൾ എല്ലാവർക്കും ഉള്ള ദൂതായിരിക്കണമെന്നില്ല, പക്ഷെ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവരേറ്റെടുത്ത് പ്രാർത്ഥിച്ചു. നിന്റെ ജഡത്തിന്റെ ചിന്തയിൽ ആത്മീയമായി നിനക്ക് പ്രാർത്ഥിച്ചു കേറാൻ കഴിയാത്ത വിധത്തിൽ പിശാചാകുന്നവൻ പലതിട്ടുകൊണ്ട് കൂടുകൂട്ടി വെച്ചിരിക്കുന്ന ചില കൂടുകൾ ഇന്ന് പകലിൽ ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോൾ ദൈവാത്മാവ് അതിനെ പൊളിച്ചു കളയാൻ പോകുകയാ. അധുന വേദപ്രവക്ഷി യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തെ വെളിപ്പെടാതെ, ആത്മീയമാകുന്ന ഒരുക്കത്തിൽ മുന്നേറാൻ കഴിയാതെ, ഇന്നൊരുങ്ങിയാൽ അടുത്ത ദിവസം അതിനനുസരിച്ച് ഒരുങ്ങാൻ പറ്റാതെ, അല്ലെങ്കിൽ ജഡത്തിൽ
ജഡത്തിന്റെ ചിന്തകളിൽ വ്യാപരിക്കുന്ന മൈൻഡിൽ പോരാടുന്ന ചില പൈശാചികത്തിന്റെ കൂടുകൾ ഇന്നു രാത്രിയിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ വേഗം ഓടിച്ചെന്ന് വിടുവിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തിയാൽ ചില വ്യക്തികളിൽ നിന്നത് അഴിഞ്ഞു മാറാൻ ഞാൻ ആത്മനിയോഗത്തോടെ കൽപ്പിക്കുന്നു. അങ്ങനെ അനുഭവിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ അവർ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നിങ്ങൾ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണ്ട, മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണ്ട. നിന്റെ ജീവിതത്തിൽ അങ്ങനൊരു വിഷയം ഹല്ലേലൂയ പോരാടുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിക്കാൻ കഴിയാതെ, വേണ്ടുന്നത് പോലെ പ്രാർത്ഥനയിൽ മുന്നേറാൻ കഴിയാതെ, ആത്മാവിന്റെ ഒരുക്കത്തിനെ പിടിച്ചുകെട്ടുന്ന, ആത്മാവിന്റെ ഒരുക്കത്തിനെ മുൻപോട്ട് വിടാതെ തടയുന്ന, നിന്റെ മൈൻഡിൽ കൂടുകൂട്ടി വെച്ചിരിക്കുന്ന ചില ജഡികമാകുന്ന ചിന്തകൾ, ചില ഹല്ലേലൂയ ജഡത്തിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ചില ചിന്തനീയങ്ങൾ ഇന്നു രാത്രിയിൽ വചന വെളിപ്പാട് ഞാൻ വിളിച്ചു പറയുന്നു. ദൈവാത്മാവ് അതിനെ ക്യാൻസൽ ചെയ്യാൻ പോകുകയാണ്. അതനുഭവിക്കുന്നവർ അല്പനേരം ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. അതനുഭവിക്കുന്നവർ, ആ ഒരു പ്രയാസം അനുഭവിക്കുന്നവർ, ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. അല്പസമയം അല്പനേരം ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചേ. ആ നിയോഗമുള്ളവർ മാത്രം, അങ്ങനെ അനുഭവമുള്ളവര് മാത്രം ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ പലപ്പോഴും ജഡത്തിന്റെ ചിന്ത കയറി വരുന്നു. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ പലപ്പോഴും ജഡിക ചിന്ത കയറി വരുന്നു. ഹല്ലേലൂയ. വീട്ടിലെ വിഷയമാകാം, നാട്ടിലെ വിഷയമാക്കാം, പേഴ്സണൽ വിഷയമാകാം. ഹല്ലേലൂയ. ഏകാഗ്രതമായി ആത്മാവിനെ ഒരുക്കി വളർത്തിയെടുക്കാൻ കഴിയാത്ത വിധത്തിൽ ജഡികമാകുന്ന ചില ചിന്തകളുടെ കൂടാരങ്ങൾ ഇന്ന് ഈ പ്രഭാതത്തിൽ എൻ്റെ സ്വർഗത്തിലെ പ്രാണനാഥൻ ഈ വചന വെളിപ്പാട് ഞാൻ പറയുമ്പോൾ തന്നെ ചില കൂടുകൾ പൊളിയുന്നത് ഞാൻ കാണുന്നു. റീഗാമ ഹത്തുന. സാഹചര്യങ്ങളുടെ പേരും പറഞ്ഞ് നിന്റെ ആത്മീയതയെ നീ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കണ്ട. ശത്തുര. സാഹചര്യങ്ങളല്ല കുഞ്ഞെ പ്രശ്നം. നിന്റെ ജഡത്തിൽ, നിന്റെ മൈൻഡിൽ കൊണ്ടിടുന്ന ചില പൈശാചികമാകുന്ന പദ്ധതികളും കൂടുകളുമുണ്ട്. ഇന്ന് രാത്രി അത് പൊളിഞ്ഞാൽ ശത്തുരി, ഏത് സാഹചര്യത്തിൽ നിന്നാലും നീ ആത്മശക്തിയോടെ പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയും. ഏത് അവസ്ഥയിലൂടെ കടന്നുപോയാലും നിന്റെ ആത്മീയതയുടെ ഒരുക്കത്തെ അത് ബാധിക്കത്തില്ല. ഏതു സാഹചര്യത്തിൽ നിന്നാലും നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ അത് തൊടത്തില്ല. ഇന്ന് ആത്മാവെന്നോട് വിവേചിക്കുന്ന സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞ് ഹല്ലേലൂയ ഒഴിഞ്ഞു മാറുന്ന നിന്നോട് അതൂത്. സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞ്, സാഹചര്യങ്ങളെ ഹല്ലേലൂയ പഴി പറഞ്ഞ് ആത്മീയ ഒരുക്കത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന നിന്നോട് അതൂത്. ഇന്ന് രാത്രിയിൽ ജഡത്തിന്റെ ചിന്തനീയങ്ങളിൽ പിശാചു വെച്ച കൂട് പൊളിഞ്ഞാൽ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിനും നിന്റെ ആത്മീയതയുടെ ഒരുക്കത്തിനും ഒരസാധാരണമാകുന്ന ഡെലിവറൻസ് നടക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് മാർച്ച് മാസം 1-ാം തീയതി ഈ പ്രഭാതത്തിൽ 4-ാം യാമത്തിൽ ദൈവ സാന്നിധ്യത്തിന്റെ അകത്തു നിന്നുകൊണ്ട് ഞാൻ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുകയാ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹോറാബാല ഹംദാരാഗ റീഗക്ഷാദര ഗട്ടിത്തലക. ഇന്ന് ചില കൂടുകൾ പൊളിയട്ടെ. ചില ജഡത്തിൽ ജഡ ചിന്തകളുടെ കൂടുകൾ പൊളിയട്ടെ. നീ
പ്രാർത്ഥിച്ച് കേറിയാൽ പിശാചിനറിയാൻ ചിലത് തകരും. നീ പ്രാർത്ഥിച്ച് കേറിയാൽ പിശാചിനറിയാൻ അവൻ ഉദ്ദേശിക്കുന്ന ചിലത് നടക്കത്തില്ല. നീ പ്രാർത്ഥിച്ച് കയറിയാൽ പിശാചിനറിയാം അവൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്തത്തില്ല. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ, നിന്റെ ആത്മീയതയുടെ ഒരുക്കത്തെ നഷ്ടപ്പെടുത്തുന്ന ആ ചിന്തകൾ ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറാൻ ഞാൻ കൽപ്പിക്കുന്നു. അല്പനേരം പ്രാർത്ഥിച്ചേ. യെസ്, അത് വിടുവിക്കപ്പെടേണ്ട ഒരു വിഷയമാ. ഈ മാർച്ച് മാസം 1-ാം തീയതി സ്വർഗം കൃപ തോന്നി ആ വിടുതൽ നമ്മുടെ മേൽ അയക്കട്ടെ. എന്റെ ആത്മീയതയ്ക്കെന്നും ഒരു ഒരുക്കം വേണം. എന്റെ ആത്മീയതയ്ക്കെന്നും ഒരു സ്റ്റെബിലിറ്റി വേണം. എന്റെ പ്രാർത്ഥനയ്ക്കെന്നും ഒരു സ്റ്റെബിലിറ്റി വേണം എന്നാഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി ഈ ദൂതിന്റെ മുമ്പിൽ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചോ. സ്വർഗത്തിലെ ദൈവം വചനത്തിന്റെ ശക്തി അയച്ച്, തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, വചനമയച്ചവൻ വിടുവിക്കുമെന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വചനമയച്ചവൻ വിടുവിക്കുമെന്ന് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആത്മാവിനോട് ഇടപെടും. ഞാൻ ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൂരസ്ഥരാണെങ്കിലും ഈ വചനം സമീപസ്ഥമായി ഇറങ്ങി വന്ന് ഇന്ന് മേഖലയുടെ മേൽ ജയം കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. എന്നോട് കർത്താവ് ഒരു ദൂതിങ്ങനെ കൈമാറുക. ഇന്ന് രാത്രിയിൽ ഈ വിടുതൽ നടന്നാൽ, ഹല്ലേലൂയ, എന്നെ നോക്കിയല്ല ദൈവം ചെയ്യുന്നേ, നിങ്ങളെ നോക്കിയാ ദൈവം ചെയ്യുന്നേ. ഇന്ന് രാത്രി ഈ വിടുതൽ നടന്നാൽ കർത്താവിനോട് പറയുന്നു, ചിലരുടെ ആത്മീയ നിലവാരം മാറുമെന്ന് കർത്താവിനോട് പറയുന്നു. ചിലരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ മാറ്റം വരുമെന്ന് ആത്മാവിനോട് പറയുന്നു. 4 പേരെ കാണിച്ചുള്ള പ്രാർത്ഥനയല്ല ഞാൻ പറയുന്നത്, 4 പേരെ കാണിച്ചുള്ള ആത്മീയതയല്ല ഞാൻ പറയുന്നത്. നീയും ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ ബന്ധമുണ്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവും പ്രധാന ശിഷ്യന്മാരും തമ്മിൽ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവിടെയാണ് കർത്താവ് ഇത് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ നീയും ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പിരിച്വൽ ലൈഫിൽ ഇതൊരു വിടുതലായി നിനക്ക് അനുഭവിക്കാൻ പറ്റും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അവിടെ നിന്ന് തീരത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവെഴുത്ത് ഇങ്ങനെ പറയുക, നിങ്ങൾ ഇതിനെ ജയിക്കണമെങ്കിൽ നിങ്ങൾ ആത്മാവിൽ നിങ്ങളുടെ ശരീരങ്ങളുടെ പ്രവർത്തികളെ നിങ്ങൾ മരിപ്പിക്കണം. സ്തോത്രം. പ്രവാചകന്മാര് വന്നിട്ട് നിനക്ക് കാറ് കിട്ടുമെന്ന് പറയാൻ, സ്തോത്രം, പ്രാർത്ഥിച്ചിട്ട് കാറ് കിട്ടും, വീട് കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ പറയാം. പക്ഷേ നിന്റെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ മരിപ്പിക്കണമെങ്കിൽ നീ തന്നെ വിചാരിക്കും. സ്തോത്രം. അവിടെ ആ കാര്യം കിടക്കുന്നത്. ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും അത് മരിക്കത്തില്ല. ഹല്ലേലൂയ. എത്ര പ്രവചനം പ്രവചിച്ചാലും അത് മരിക്കത്തില്ല. അത് മരിക്കണമെങ്കിൽ കുഞ്ഞെ നീ തന്നെ തീരുമാനമെടുക്കണം. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. സ്തോത്രം. എന്തിനെയാ മരിപ്പിക്കണ്ടേ? സ്തോത്രം. എന്തിനെയാ ആത്മാവിന് ഒരുക്കമുണ്ടാകണമെങ്കിൽ, ആത്മാവിന്റെ സ്വാധീനത്തെ നിലനിർത്തണമെങ്കിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണരണമെങ്കിൽ, സ്തോത്രം, എന്തിനെയാ മരിപ്പിക്കേണ്ടത്? ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കാനാ പൗലോസ് എഴുതിയത്. ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കാൻ പൗലോസ് ഒന്നുകൂടെ വ്യക്തമായിട്ട് കൊലോസ്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. കൊലോസ്യ ലേഖനത്തിൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊലോസിയർ 3-ാം അധ്യായത്തിന്റെ സ്തോത്രം 7, 8, 9 വാക്യങ്ങളിൽ വായിക്കണ്ട. സ്തോത്രം. ഹല്ലേലൂയ.
അതിൽ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ എന്ത് ചെയ്യണം? സ്തോത്രം, അവയവങ്ങളെ കൊല്ലണം. അപ്പൊ എന്തിനെയാ മരിപ്പിക്കണ്ടേ? ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ മരിപ്പിക്കണം എന്ന് പറഞ്ഞത് നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. സ്തോത്രം. എന്ന് വെച്ച് അർത്ഥം കണ്ണെടുത്ത് കളയാനല്ല, ചെവി എടുത്ത് കളയാനല്ല, സ്തോത്രം, കൈയെടുത്ത് കളയാനല്ല. ഇതൊക്കെ കളഞ്ഞ പിന്നെ വരത്തൊന്നുമില്ല. സ്തോത്രം. അങ്ങനൊന്നും ചിന്തിക്കരുത്. അതിനെ ആത്മമണ്ഡലത്തിൽ വേണം ചിന്തിക്കും. സ്തോത്രം. വചനത്തിന്റെ ആ വെളിപ്പാടി വേണം ചിന്തിക്കും. നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ മരിപ്പിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. താഴോട്ട് എഴുതിയിട്ടുണ്ട്, 8-9 എഴുതിയിട്ടുണ്ട്. ആ മരിപ്പിക്കേണ്ട സംഗതി എന്നാണ്? സ്തോത്രം. 1 കോപം, 1 കോപം. സ്തോത്രം. ഒന്നാമത് എന്താ? നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന പോലാണല്ലോ ഇരിക്കുന്നത്. 1 കോപം. നിങ്ങളുടെ ആത്മീയ മണ്ഡലത്തിൽ വിടുതൽ നടക്കാനാണ് ഇത് പറയുന്നത് കേട്ടോ. സ്തോത്രം. 1 എന്ത് ചെയ്യണം? കോപം മാറ്റണം. കോപം. നമ്മൾ പറയല്ലേ, ചിലതിനൊക്കെ തൊട്ടാലും പിടിച്ചാലും എന്നാ ദേഷ്യമാണ് അല്ലേ? തൊട്ടാലും പിടിച്ചാലും ഭയങ്കര ദേഷ്യ. ഞാന് ഈ രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യമായിരുന്നു. എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യം. എന്നെക്കാട്ടിലും പ്രായത്തിന് മൂത്തവരോട് നേരെ നിന്ന് ഞാൻ സംസാരിച്ചിട്ട് ഭയങ്കര ദേഷ്യമായിരുന്നു. സ്തോത്രം. അതിനുള്ളത് കിട്ടിയിട്ടുമുണ്ട്, കൊടുത്തിട്ടുമുണ്ട്. ഭയങ്കര ദേഷ്യമായിരുന്നു. സ്തോത്രം. പക്ഷേ ഈ രക്ഷയുടെ വെളിച്ചം അകത്തു വന്നപ്പോ എന്റെ സ്വർഗത്തിലെ ദൈവം ആ ക്യാരക്ടറെല്ലാം എന്നിൽ നിന്ന് മാറ്റി. സ്തോത്രം. എല്ലാം മാറ്റി. പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ പെർഫെക്റ്റ് ആണോന്നൊന്നും ഞാൻ പറയത്തില്ല. ഈ പ്രഭാത വേളയിൽ ഇരുന്ന് എന്തിനാ കള്ളം പറയുന്നത്? സ്തോത്രം. കുറവുകളൊക്കെ ഉണ്ട്, അത് നമ്മൾ പ്രാർത്ഥിക്കുന്നുമുണ്ട്. സ്തോത്രം. എങ്കിലും ഒരുപാട് മാറ്റം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു സെക്കൻഡേ. കേൾക്കാമോ? 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 ഓക്കെ. ഓക്കെ. സ്തോത്രം. നെറ്റ്വർക്കിൽ ഒരു ഇഷ്യൂ വന്നേ. അപ്പോ കോപം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുന്നു, 1 നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ മരിപ്പിക്കേണ്ടത് നിങ്ങളുടെ കോപത്തെ നിങ്ങൾ മരിപ്പിക്കണം. നിങ്ങളുടെ കോപത്തെ. സ്തോത്രം. എന്ത് ചെയ്യണം? എനിക്ക് ഉറപ്പാ ഈ ദൂത് വെളിപ്പെട്ടെങ്കിൽ ആ സ്വഭാവമുള്ള ഇതിനകത്തുണ്ട്. ഇല്ല, അത് വെളിപ്പെടത്തില്ല. സ്തോത്രം. കോപം, കോപം, കോപം. കോപത്തിന് ഇതാ റെസ്പോൺസ് എങ്കിൽ അടുത്ത പറയുമ്പോ എന്നെ ആയിരിക്കും. സ്തോത്രം. കോപത്തെ എന്ത് ചെയ്യണം? മരിപ്പിക്കണം.
എന്തിനാ? നിന്റെ പ്രാർത്ഥനയിൽ ഉണർവുണ്ടാകാൻ, നിന്റെ ആത്മീയ ഒരുക്കത്തിൽ വിടുതലുണ്ടാകാൻ, നിന്റെ ജഡം നിന്നെ ബലഹീനമാക്കാതിരിക്കാൻ. ഒന്ന് നീ മരിപ്പിക്കേണ്ടത്, നിന്റെ ജീവിതത്തിൽ കോപമുണ്ടെങ്കിൽ മരിപ്പിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഉപദേശിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ സത്യത്തിൽ ഈ മനുഷ്യരുടെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ, യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ അവരറിയാതെ നിങ്ങൾ ഒരു ദിവസം വീട്ടിൽ ചെല്ലണം. പറയരുത്, രഹസ്യമായിട്ട് ചെല്ലണം. സ്തോത്രം. അപ്പൊ അറിയാം അവിടെ എന്നാ വിഷയം, എന്താ സംസാരം, എങ്ങനെ സംസാരം, എങ്ങനെ രീതി എന്ന് അറിയാം. ഞാനൊരിക്കൽ, സ്തോത്രം, എന്നെ പ്രാർത്ഥിക്കാൻ ഒരിടത്ത് വിളിച്ചു. ഞാനപ്പം പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ചെന്നു. പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ചെന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, സ്തോത്രം, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ വരുന്നില്ല, അതിന്റെ പിറ്റേ ദിവസം ഞാൻ പ്രാർത്ഥിക്കാൻ വരാമെന്ന് പറഞ്ഞു. എനിക്കൊരു പെട്ടെന്നൊരു എമർജൻസി പ്രോഗ്രാം വന്നപ്പോൾ ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു. പെട്ടെന്ന് ആ പ്രോഗ്രാം അങ്ങ് മാറി. ആ എമർജൻസി വന്നത് അങ്ങ് മാറി, മറ്റൊരാളെ വിട്ട്. എന്നാ ഞാൻ വിചാരിച്ചു, എന്നാ പിന്നെ അവരോട് പറയാം, ചെല്ലാം എന്ന് പറയാം എന്ന് വിചാരിച്ച് ഞാൻ അവരോട് ഇറങ്ങാൻ നേരത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ അങ്ങ് വരിക പ്രാർത്ഥിക്കാൻ ഇരുന്നോളാൻ പറഞ്ഞു. സ്തോത്രം. ഞാൻ അവിടെ ചെന്നപ്പത്തേന്, ഞാനപ്പം വെളിയിൽ ചെന്നപ്പത്തേന് ഓട്ടവാ. ആന്റി അങ്ങോട്ട് ഓടുന്നു, അച്ഛൻ ഇങ്ങോട്ട് ഓടുന്നു, പിള്ളേർ അപ്പുറത്തോട്ട് ഓടുന്നു. സ്തോത്രം. എന്തൊക്കെയോ ഒരു 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 ക്രമീകരണം. അപ്പൊ ഞാൻ വിചാരിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരിക്കാമെന്ന് കരുതി കയറി ഇരുന്നു. പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴത്തേന് ഇളയ ഒരു പെങ്കൊച്ചുണ്ട്. പെങ്കൊച്ചിന്റെ മേൽ ഒരു ദുരാത്മാവ് വെളിപ്പെട്ടു. അവിടെ മേൽ വ്യാപരിച്ചു നിന്ന ദുരാത്മാവ് വെളിപ്പെട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എന്ത് ചെയ്ത ഈ പൈശാചിക വിഷയം ഈ കൊച്ചിനെ വിട്ട് പോകുന്നില്ല ഈ പൈശാചിക വിഷയം. ഞാനപ്പോ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇതെന്താ ഈ വിഷയം ഇങ്ങനെ നിൽക്കുന്നേ? എല്ലാ വിഷയവും വെളിപ്പെട്ടു, ഇനി ഇത് പോയാ മതി. എന്ത് ചെയ്താ കൊച്ചിനെ വിട്ട് മാറുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് വന്നപ്പം കർത്താവ് എന്നെ ഒരു വെളിപ്പാട് കാണിച്ച് അമ്മാമ്മ അച്ഛനെ അടിക്കാൻ ഇങ്ങനെ നിൽക്കുക, അച്ഛൻ ഓടാനായിട്ട് നിൽക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. എനിക്ക് സത്യത്തിൽ ഞാൻ ചിന്തിച്ചു, എടാ ജഡത്തിലാണോ കാണുന്നേന്ന് വരെ ഞാൻ ചിന്തിച്ചു. ഇനി ജഡത്തിലെ ചിന്ത വല്ലതുമാണോ? ഞാൻ പ്രാർത്ഥന നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു, അച്ഛാ, ഇങ്ങനൊരു കാഴ്ചപ്പാട് ഞാൻ കണ്ടു, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ടോ? കൊച്ചിന്റെ വിടുതലല്ലേ, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ അച്ഛൻ പറഞ്ഞു, ഇല്ല പാസേ, ഇല്ല, ഒരു വിഷയവും ഇല്ല, ഞങ്ങൾ വളരെ സ്നേഹമാണ്. ഞാൻ ഓക്കെ, ഞാനത് അവർ പറഞ്ഞ് കേട്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചിട്ട് ഈ വിഷയം പൂർണ്ണ വിടുതലാവുന്നില്ല. ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ ഇതേ കാഴ്ച കണ്ടു. സ്തോത്രം. ഞാൻ പറഞ്ഞാ വീണ്ടും എടുത്തെടുത്ത് ഇത് തന്നെയാണല്ലോ കാണുന്നേ. അപ്പൊ ആന്റി പറഞ്ഞു, ഇല്ല പാസേ, അങ്ങനെ ഒരു വിഷയം ഞങ്ങളുടെ ഇടയിൽ ഇല്ല. അപ്പൊ ഈ പിശാച് വെളിപ്പെട്ട് നിൽക്കുകയായിരുന്നു. പിശാച് ഇത് 2-3 വട്ടം ഇങ്ങനെ ഞാൻ ചോദിക്കുന്നതും കേൾക്കുന്നുണ്ട്, ഇവര് പറയുന്നതും കേൾക്കുന്നു. ഉടനെ ഈ വെളിപ്പെട്ട് നിന്ന പൈശാചിക തലം പറഞ്ഞു, ഈ പിശാചിന്റെ വിഷയം വെളിപ്പെട്ട് നിൽക്കുക. അത് പറഞ്ഞു, ദൈവാസനെ, നിങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് ഇവര് തമ്മിൽ അടിയായിരുന്നെന്ന് പറഞ്ഞു. സ്തോത്രം. ഇവര് തമ്മിൽ ഭയങ്കര ഫൈറ്റായിരുന്നു. അതിന്റെ ചില ഏടുകളാണ് ഞാൻ കയറി വന്നപ്പോൾ കണ്ടത്. അത് പിന്നീട് എനിക്ക് മനസ്സിലായത് അതിന്റെ ചില ഏടുകളായിരുന്നു കയറി വന്നപ്പോൾ കണ്ടത്. സ്തോത്രം. അപ്പോൾ ആ ഒരു ക്രമക്കേട് എന്ത് ചെയ്തു? ആ തലമുറയുടെ വിഷയത്തെ ബാധിക്കാനിടയായി തീർന്നു. സ്തോത്രം. പക്ഷേ
അവരത് ക്രമപ്പെടുത്തിയപ്പോ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു? വിടുവിച്ചു. അപ്പോ ഒന്ന്, പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവാത്മാവിൽ പറയാം, കോപമുണ്ടെങ്കിൽ ഇന്ന് രാത്രി മാറ്റി, ഇന്ന് ഈ പ്രഭാതത്തിൽ മാറ്റിക്കോണം. കോപം സ്തോത്രം, അത് മാറ്റാൻ ദൈവാത്മാവ് നിങ്ങളോട് പറയുക. സ്തോത്രം, അത് മാറ്റിയെങ്കിൽ മാത്രമേ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കത്തുള്ളൂ. സ്തോത്രം, നിന്റെ ആത്മീയമാകുന്ന ഒരു ഉണർവ് നിനക്കുണ്ടാകാൻ കോപം മാറ്റണം. 2 പൗലോസ് അവിടെ എഴുതി, കോപം മൂർച്ഛിച്ചിട്ടാണ് ക്രോധം ഉണ്ടാകുന്നത്. അത് നിങ്ങൾക്കറിയാമോ? കോപം എങ്ങോട്ട് മാറും? അടുത്ത സ്റ്റെപ്പാ ക്രോധം. സ്തോത്രം, ഈ കോപം എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുക കോപം എന്ന് പറയുന്നത്. പക്ഷെ ക്രോധം അങ്ങനല്ല. ഈ കോപത്തിൽ നിന്ന് ക്രോധത്തിലേക്ക് കയറിയാൽ പിന്നെ നശിപ്പിക്കും. സ്തോത്രം, എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ എനിക്കിപ്പോ ഇതിനകത്ത് കൂടുതൽ ഒരു 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 എന്നാ പറഞ്ഞാലും വിഷയമില്ലാത്തത് ആന്റിയാ, അതുകൊണ്ട് ആന്റിയെ തന്നെ എടുക്കുക. സ്തോത്രം. അപ്പം ഈ ഞാനിപ്പം മിനിയാന്റിയെ വിളിച്ചു. ഞാൻ ഇപ്പൊ എൻ്റെ അടുത്തുണ്ട്, ഞാൻ മിനിയാന്റിയെ വിളിച്ചു, എൻ്റെ ആ ഫോൺ ഒന്ന് ആന്റി ഒന്ന് എടുത്തോണ്ട് വാ എന്ന് ഞാൻ പറഞ്ഞു. ആന്റി കേട്ടിട്ടും വലിയ മൈൻഡ് ചെയ്തില്ല. എക്സാമ്പിൾ ആട്ടോ, ഉദാഹരണമാ. രണ്ടാമത് ഞാൻ വീണ്ടും വിളിച്ചു, ആന്റി ആ ഫോൺ ഒന്ന് എടുത്തോണ്ട് വരാൻ. എടുത്തില്ല. അപ്പൊ എനിക്ക് പതുക്കെ കോപം കയറിയിരിക്കുക. സ്തോത്രം. പിന്നെ എൻ്റെ ട്യൂണ് മാറും. ആ ഫോൺ ഒന്ന് എടുത്തോണ്ട് വാ എന്ന് പറയും. 3-ാമത്തെ പ്രാവശ്യം ആന്റി എടുത്തോണ്ട് വരുമ്പോ എനിക്ക് കോപമായി. ആന്റിയെ കണ്ടപ്പോ ക്രോധമായി. കേട്ടോ, ആന്റിയെ കണ്ടപ്പോ കോപം മാറി ക്രോധമായി. 3-ാമത്തെ പ്രാവശ്യം ആന്റി ഫോൺ എടുത്തോണ്ട് വരുമ്പം ആ കോപത്തിൽ നിന്ന് ക്രോധമായപ്പോഴത്തേന് എന്റെ കയ്യിലോട്ട് ഫോൺ വന്നപ്പോ ഞാൻ അത് ദേഷ്യപ്പെട്ട് എറിഞ്ഞങ്ങ് ഉടച്ചു. ഇപ്പോഴാണോ കൊണ്ടുതരുന്നത് എന്ന് പറഞ്ഞ് എറിഞ്ഞങ്ങ് ഉടച്ചു. ഇതിനെയാണ് ക്രോധം എന്ന് പറയുന്നത്. മനസ്സിലായോ? കോപത്തിൽ നിന്ന് ജനിക്കുന്നതാണ് എന്ത്? ക്രോധം. കോപത്തിന്റെ അടുത്ത സ്റ്റെപ്പാ ക്രോധം. എന്ന് വെച്ചാൽ ക്രോധം കയറിക്കഴിഞ്ഞാൽ കൈ കിട്ടുന്നതൊക്കെ നശിപ്പിക്കും. സ്തോത്രം. ചിലര് കണ്ടിട്ടില്ലേ, പിള്ളേരെ അടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലപ്പോ പിള്ളേരെ കൈ കിട്ടത്തില്ല, അമ്മമാരോടും. ഇവർക്ക് അവന്മാർ ഓടാനുള്ള സ്പീഡുണ്ടോ? ഇല്ല. പിള്ളേരല്ലേ, അവര് പെട്ടെന്ന് ഓടും. ഇവർക്ക് അടിക്കുകയും വേണം. ക്രോധം കയറിയിരിക്കുക. സ്തോത്രം. ഉടനെ എന്ത് ചെയ്യും? അടുത്തിരിക്കുന്ന എന്താണോ അതെടുത്ത് ഒറ്റയേറും. ഇതിനെയാണ് ക്രോധം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കോപത്തിൽ നിന്ന് മൂർച്ഛിക്കുന്നതാണ് ക്രോധം. ദൈവാത്മാവ് എന്നോട് ഇടപെടുക, ഇന്ന് രാത്രി സ്വഭാവത്തിൽ നിന്ന് മാറ്റിക്കോണം അത്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നിന്റെ സ്വഭാവത്തിൽ കോപം മൂർച്ഛിച്ച് ക്രോധത്തിലേക്ക് നയിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തിരുത്തണമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. സ്തോത്രം. ഹല്ലേലൂയ. 3-ാമത്തെ കാര്യം അവിടെ എഴുതി, ദൂഷണം. സ്തോത്രം. ദൂഷണം. സ്തോത്രം. ഹല്ലേലൂയ. 1 തിമോത്തിയോസ് 1:13 പൗലോസ് പറയുന്നുണ്ട്, മുൻപേ ഞാൻ ദൂഷകനായിരുന്നു. മുൻപേ ഞാൻ, എപ്പം മുമ്പേ എന്ന് വെച്ചാൽ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഞാൻ ദൂഷകനായിരുന്നു. ദൂഷകൻ. എന്നാൽ ഞാനത് അവിശ്വാസത്തിൽ നിന്നപ്പോഴായിരുന്നു എന്നിൽ ആ സ്വഭാവം. അതുകൊണ്ട് എന്റെ സ്വർഗത്തിലെ ദൈവം എന്നോട് കരുണ കാണിച്ചു. ആ തെറ്റിനെ അവൻ കണക്കിട്ടില്ല. കാരണം ഞാൻ അന്ന് വിശ്വാസിയല്ല, ഞാനന്ന് വിശ്വാസത്തിൽ വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു കേൾക്കണം. ദൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം നിന്ദിക്കുക എന്നാ. നിന്ദിക്കുക, ദുഷിക്കുക എന്നാണ് അതിന്റെ വാക്കിന്റെ അർത്ഥം. ഞാൻ വളരെ സ്നേഹത്തോടെ ദൈവാത്മാവ് പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടുത്തിയതിനനുസരിച്ച് പറയാം, ഒരിക്കലും നിന്നിൽ നിന്ന്, നിന്റെ നാവിൽ നിന്ന് മറ്റൊരാളെ നീ നിന്ദിക്കരുത്. സ്തോത്രം. നീ നിന്ദിക്കരുത്. അത് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ബാധിക്കും. അത് നിന്റെ ആത്മീയ വളർച്ചയെ, നിന്റെ സ്പിരിച്വൽ ഗ്രോത്തിനെ അത് ബാധിക്കുമെന്ന് തിരിച്ചറിയണം. ഇന്ന് രാത്രിയിൽ ഞാൻ പറഞ്ഞില്ലേ,
ഇതൊക്കെയാണ് ജഡം നമ്മളിൽ ബലഹീനമാക്കി കൊണ്ടുവരുന്നത്. സ്വത്രം. ബലഹീനം എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ വലിയ പാപങ്ങളാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. വലിയ വലിയ പാപങ്ങൾ, വലിയ വലിയ പാപങ്ങളെക്കാട്ടിലും ഡേഞ്ചറാണ് ഈ വെളിപ്പെടുത്തുന്ന തിരുവചനം. സ്വത്രം. ഹല്ലേലൂയ. നിന്റെ നാവിൽ നിന്നോ നിന്റെ പ്രവൃത്തിയിൽ നിന്നോ മറ്റൊരാളെ നിന്ദിക്കുന്ന അനുഭവം ഉണ്ടാകരുത്. സ്വത്രം. എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു മടിയും കാണിക്കണ്ട. സ്വത്രം. സമയം പോകുന്നല്ലോ, ഞാൻ പെട്ടെന്ന് മുൻപോട്ട് വരാം. ഹല്ലേലൂയ. അടുത്തത് പറയുന്നു ദുർഭാഷണം. ദുർഭാഷണം എന്ന് വെച്ചാൽ ഹല്ലേലൂയ അരുതാത്ത വാക്കുകൾ സംസാരിക്കുക. അരുതാത്ത വാക്കുകൾ സംസാരിക്കുക എന്ന അർത്ഥം ദുർഭാഷണം. സ്വത്രം. പെന്തക്കോസ്തിന്റെ അകത്ത് തന്നെ അന്യഭാഷ പറയുന്നവരുമുണ്ട്, അന്യായ ഭാഷ പറയുന്നവരുമുണ്ട്. സ്വത്രം. രണ്ടുപേരുമുണ്ട്. എനിക്ക് വ്യക്തമായിട്ടറിയാം. സ്വത്രം. അന്യഭാഷ പറയുന്നവരുമുണ്ട്, ആ അന്യായ ഭാഷ പറയുന്നവരുമുണ്ട്. അതിനെ പൗലോസ് അന്ന് എഴുതണമെങ്കിൽ അന്ന് ഉണ്ടായിട്ടല്ലേ എഴുതിയേ. സ്വത്രം. ഹല്ലേലൂയ. ദുർഭാഷണം നിങ്ങൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം. ദൈവവചനം എഫെസ്യർ 4:29 പറയുന്നുണ്ട്. ഹല്ലേലൂയ. കേൾക്കുന്നവർക്ക് കൃപ ഉണ്ടാവണം, കേൾക്കുന്നവർക്ക് ആത്മീയ വർധനവ് ഉണ്ടാകണം, അല്ലേ? സ്വത്രം. ഹല്ലേലൂയ. ആത്മീയ വർധനവ് ഉണ്ടാകണം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വായിൽ, നാവിൽ നല്ല വാക്കുകൾ, കൃപയോടുകൂടിയ വാക്ക് എന്ത് ചെയ്യാവുള്ളൂ? സംസാരിക്കാവുള്ളൂ. സ്വത്രം. നിങ്ങൾ എന്നോട് പിണങ്ങൊന്നും ചെയ്യില്ല കേട്ടോ. ദൈവം വെളിപ്പെടുത്തിയോണ്ടാ പറയുന്നത്. സ്വത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ പ്രാർത്ഥനയോടെ പറയാം, ഇന്ന് രാത്രിയിൽ ജഡത്തിന്റെ ബലഹീനത നിന്റെ ആത്മീയ മണ്ഡലത്തെ കീഴ്പ്പെടുത്താതിരിക്കണമെങ്കിൽ നാവിനെ കടിഞ്ഞാണിട്ടോളം ദൈവാത്മാവ് ഇടപെടുന്നു. നാവിനെ കടിഞ്ഞാണിട്ടോളം പരിശുദ്ധാത്മാവ് പറയുന്നു. ദൈവത്തിന് ഹിതമില്ലാത്തൊരു വാക്ക് നിന്റെ ആദരത്തിൽ നിന്ന് വീഴരുത്. നീ അനുവദിച്ചു കൊടുക്കരുത്. നിന്റെ വാക്ക് മറ്റുള്ളവരിൽ കൃപ വർദ്ധിപ്പിക്കട്ടെ. നിന്റെ വാക്ക് മറ്റുള്ളവർക്ക് ആശ്വാസമാകട്ടെ. നിന്റെ വാക്ക് മറ്റുള്ളവർക്ക് ആത്മീയമായി ഉണരത്തക്കവണ്ണം നിന്റെ അതരത്തിൽ നിന്ന് വീഴുന്ന വാക്കുകൾ മാധുര്യമുള്ളതാകട്ടെ. ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുക. വീഴ്ച സംഭവിച്ചയിടത്ത് ഇന്ന് രാത്രിയിൽ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരു ക്രമീകരണം വരുത്താൻ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. സ്വത്രം. അടുത്ത കാര്യം പറയുന്നു വ്യാജം. വ്യാജം. സ്വത്രം. എഫെസ്യർ 4:25 നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അവിടെ എഴുതിയിരിക്കുന്ന ഫോഷ്കെന്ന, ഫോഷ്ക്. സ്വത്രം. എന്ന് വെച്ചാ കള്ളം പറയല്ലെന്ന്. ജഡത്തിന്റെ ബലഹീനതയാണ് ഞാൻ വെളിപ്പെടുത്തുന്നത്. എന്ത് ചെയ്യരുത്? കള്ളം പറയരുത്. സ്വത്രം. കൊല്ലത്തോട്ടാ പോകുന്നെങ്കിൽ പറയും പുനലൂർക്കാ പോകുന്നതാണ്. സ്വത്രം. പോകുന്ന കൊല്ലത്തോട്ടായിരിക്കും, പക്ഷെ ആരെങ്കിലും കാണുമ്പോൾ ചോദിക്കും എങ്ങോട്ടാ? പുനലൂർക്കാ. സ്വത്രം. അല്ലേ? കള്ളം പറയരുത്. കള്ളം കള്ളം പറയരുത്. പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് വിളിക്കും, എന്നാ കേറാഞ്ഞേ? സത്യത്തിൽ ഒരു ജോലി ഇല്ലായിരുന്നു, ചുമ്മാ കേറായിരുന്നു. എന്നിട്ട് പറയും ഭയങ്കര തിരക്കായിരുന്നു. സ്വത്രം. കള്ളം പറയരുത്. കള്ളം പറയരുത്. സ്വത്രം. ഹല്ലേലൂയ. എന്റെ ശുശ്രൂഷ കുറെ പേർക്ക് അറിയാം. ഞാനിങ്ങനെ പോത്തുള്ളൂ. സ്വത്രം. ഹല്ലേലൂയ. കള്ളം പറയരുത്. കള്ളം പറയരുത്. കർത്താവ് ശക്തമായി ഇടപെടുന്നത്. കള്ളം പറയരുത്. സ്വത്രം. സ്തോത്രം. നീ പറയുന്നവർക്ക് ഇത് കള്ളമല്ല എന്നറിയത്തില്ലെങ്കിലും നിന്നെ അറിയുന്ന ഒരു ദൈവത്തിനറിയാം നീ പറഞ്ഞത് നുണയാന്ന്. സ്വത്രം. ഹല്ലേലൂയ. ഫോഷ്കിന്റെ അപ്പനാണ് ആര്? പിശാച്. എഫെസ്യർ 4:25. ഫോഷ്കിന്റെ അപ്പനാണ് പിശാച്. പിശാചിന്റെ അപ്പനാകാൻ നീ ശ്രമിക്കരുത്. അതാ പറഞ്ഞു വന്നതിന്റെ സാരം. സ്വത്രം.
ഭോഷ്കിന്റെ അപ്പനാണ് പിശാച്. പിശാചിന്റെ അപ്പനാകാൻ നമ്മൾ എന്ത് ചെയ്യരുത്? ശ്രമിക്കരുത്. ഹല്ലേലൂയ്യ, സ്തോത്രം. നിറം മാറ്റത്തിൽ ഓന്തിന്നാള് രാജിവെച്ചെന്ന് പറഞ്ഞ പോലെ ഹല്ലേലൂയ്യ, അബദ്ധമൊന്നും കാണിക്കരുത്. സ്തോത്രം. എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, കള്ളം പറയുന്നത് ഇന്ന് കൊണ്ട് നിർത്തിക്കോണം. കള്ളം പറയുന്ന ഇന്നുകൊണ്ട് നിർത്തിക്കോണം. സ്തോത്രം. ഇന്നുകൊണ്ട് നിർത്തണം. ഹല്ലേലൂയ്യ. ചിലര് പറയും, ചിലര് കള്ളം പറയും, ഈ ഞങ്ങളുടെ കൂട്ടരെ തന്നെ അങ്ങ് പിടിക്കാം, പാസ്റ്റർമാര് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ പിടിക്കാം. ചില പാസ്റ്റർമാര് കള്ളം പറയും. ഞാൻ അവിടെ ചെന്നപ്പോ പ്രാർത്ഥിച്ചു കേട്ടോ, പ്രാർത്ഥിച്ചപ്പോ ഇങ്ങനൊരു വിടുതൽ വെളിപ്പെട്ടു. അത് പറഞ്ഞ കള്ളവാ. എന്നിട്ട് അവര് പറയുന്ന മറ്റൊരു കാര്യം എന്നാ അറിയോ? കള്ളവാണെങ്കിലും ദൈവനാമം മഹത്വപ്പെട്ടില്ലേ? സ്തോത്രം. പറഞ്ഞത് കള്ളവാണേലും ദൈവത്തിന്റെ നാമം അല്ലേ മഹത്വപ്പെട്ടെ? അങ്ങനെ നീ കള്ളം പറഞ്ഞ് ദൈവനാമം മഹത്വപ്പെടണ്ട. സ്തോത്രം. ഹല്ലേലൂയ്യ. എനിക്ക് ഒത്തിരി പേരെ അറിയാം. സ്തോത്രം. ഞാൻ വളരെ സ്നേഹത്തോടെ ഈ മിനിസ്ട്രിയിലുള്ള ദൈവജനത്തോട് പറയുന്നു, നേരല്ലാതെ നിന്റെ അതരത്തിൽ പോസ്റ്റ് വരരുത്, കള്ളം പറയരുത്. ജോലി മേഖലയിലാണേലും കുടുംബജീവിതത്തിലാണെങ്കിലും ഹല്ലേലൂയ്യ, ആത്മീയ ജീവിതത്തിലാണെങ്കിലും സഭയുടെ അകത്താണെങ്കിലും സമൂഹത്തിലാണെങ്കിലും പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നുണ പറയരുത്, കള്ളം പറയരുത്. ജഡം നിന്നെ കീഴടക്കും. സ്തോത്രം. ജഡം നിന്നെ കീഴടക്കും. ഈ കള്ളം പറയുന്ന നാവ് കൊണ്ട് തന്നെയല്ലേ കടിച്ച പൊട്ടാത്ത അന്യഭാഷയും പറയുന്നത്. സ്തോത്രം. അതുകൊണ്ടാ പറയുന്നത് ഹല്ലേലൂയ, കള്ളം പറയരുത്, കള്ളം പറയരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി തിരിച്ചറിയണം. അവസാനം പറയുന്നു, പഴയ മനുഷ്യൻ. സ്തോത്രം. പൗലോസ് പറയാ പഴയ മനുഷ്യൻ അല്ലേ? 2 കൊരിന്ത്യർ 5:17 പറയുക. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസിയുടെ ചുണ്ട് മാത്രമേ അനങ്ങുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. പഴയത് എന്ത് ചെയ്തു? കഴിഞ്ഞുപോയി. പഴയത് കഴിഞ്ഞുപോയി. സ്തോത്രം. എന്ന് വെച്ചാൽ നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിൽ നിലനിൽക്കുന്ന ദൈവകുഞ്ഞാണെങ്കിൽ പഴയ സ്വഭാവം എടുക്കരുത്, പഴയ രീതികൾ എടുക്കരുത്. സ്തോത്രം. ഞാൻ ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ കാണിച്ചു തരാം എന്ന് ചിലര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ പഴയ സ്വഭാവമായിരുന്നെ ഞാൻ കാണിച്ചു തരായിരുന്നു. അതിന്റെ അർത്ഥം എന്നാ? ഇപ്പോഴും എവിടെയോ പഴയത് കിടപ്പുണ്ട്, ഹൃദയത്തിൽ എവിടെയോ പഴയത് കിടപ്പുണ്ട്. അതാ അതിന്റെ അർത്ഥം. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 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 വീഡിയോ എനിക്ക് ഒരാൾ അയച്ചു തന്നു. ഒരു പാസ്റ്റർ ഒരു പ്രവചിക്കുന്ന ഒരു വീഡിയോയാ. അദ്ദേഹം ഇങ്ങനെ പറയുന്ന, അദ്ദേഹം ഇങ്ങനെ കാണിച്ചേ, ഈ കൈ രണ്ടും കൂടെ ചുരുട്ടി മേലോട്ട് വെച്ച് അദ്ദേഹം പറയാ, ഈ കൈ രണ്ടും കൂടെ മേലോട്ട് ചുരുട്ടി വെച്ചാലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം എന്ന് അദ്ദേഹം പറഞ്ഞു. സ്തോത്രം. ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ ആര് വേണമെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇട്ട് തരാം. സ്തോത്രം. ഹല്ലേലൂയ. ഈ കൈ മേലോട്ട് ചുരുട്ടി വെച്ചിട്ട് പറയാ. സ്തോത്രം. അതുവരെ താത്ത വെച്ചേ. എന്നിട്ട് എന്തോ ഒരു പ്രവചന ദൂതൊക്കെ പറഞ്ഞോണ്ടിരിക്കാൻ പറയും. ഈ കൈ മേലോട്ട് ചുരുട്ടി വെച്ചിട്ട് ആ പഴയതുപോലെ എനിക്ക് വെച്ചെങ്കിൽ മാത്രമേ ചിലതൊക്കെ ഇനിയും പറയാൻ പറ്റും. നേരത്തെ പാർട്ടിയുടെ ഗുണ്ടയായിട്ട് പോയ ആളാ, അതിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നെന്നാണ് സാക്ഷ്യം. സ്തോത്രം. പാർട്ടിയുടെ ഗുണ്ടയായിട്ട് പോയതാ. അപ്പോ നോക്കിക്കോണം, ഇപ്പൊ പ്രവചിക്കുമ്പോഴും ആ പഴയ പുള്ളി എവിടെയോ കിടപ്പുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്താ പൗലോസ് പറഞ്ഞത്? നിന്റെ ജഡം ബലഹീനമാകാതിരിക്കണമെങ്കിൽ, ആത്മാവിന്റെ ഒരുക്കം നിന്റെ അകത്ത് വ്യാപരിക്കണമെങ്കിൽ, ഇന്ന് നീ ഉരിഞ്ഞു കളഞ്ഞതിനെ വീണ്ടും ഉടുക്കാൻ ശ്രമിക്കരുത്. സ്തോത്രം. നീ വേണ്ടെന്ന് വെച്ചതിനെ വീണ്ടും ധരിക്കാൻ ശ്രമിക്കരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ഈ വെളിപ്പാട് വിളിച്ചു പറയുമ്പോൾ, ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെങ്കിലും ക്രമീകരിക്കപ്പെടാനുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ക്രമീകരിക്കാൻ മനസ്സ് കാണിക്ക്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ, നിങ്ങളുടെ
ആത്മീയ ജീവിതത്തെ എന്റെ ദൈവം വിടുവിക്കുവാൻ ശക്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത് പറയുന്നൊരു കാര്യമുണ്ട്. രണ്ടാമത് പറയുന്നൊരു കാര്യം, ഞാൻ വാക്യമൊന്നും വായിപ്പിക്കുന്നില്ല. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9:27 പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുമ്പോൾ തന്നെ ഞാൻ അതിനനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ, സ്തോത്രം, പൗലോസ് പറയാ, അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നത് പോലെ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലായി? ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നേ. അവിടെ അതിന്റെ ഗ്രീക്ക് വേർഡ് ഹൂപ്പോ പിയാസോ എന്നാണ് അതിന്റെ ഗ്രീക്ക് വേർഡ്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ കണ്ണിന്റെ താഴെ, ഈ കണ്ണിന്റെ താഴെ അടിച്ചാലുള്ള വേദന എന്താണോ അതാ അതിന്റെ അർത്ഥം, വാക്കിന്റെ അർത്ഥം. ഒരു മനുഷ്യന്റെ കണ്ണിന്റെ താഴെ അടിച്ചാലുള്ള വേദന എങ്ങനാണോ അതേപോലെ ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നു. സ്തോത്രം. എന്താ? പ്രസംഗിക്കുന്ന പോലെ ജീവിക്കാൻ വേണ്ടി, പ്രസംഗിക്കുന്നത് പോലെ ജീവിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇന്ന് രാത്രിയിൽ ജഡത്തിന്റെ ബലഹീനതയെ ജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു, ദൈവാത്മാവ് ഇടപെടുന്നു. ഇന്ന് നിന്റെ ശരീരത്തിലെ ഈ വെളിപ്പെടുത്തിയ ചില അവയവങ്ങളെ നീ മരിപ്പിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് സമർപ്പിക്കാൻ മനസ്സുണ്ട്? എത്ര പേർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് വെളിപ്പെടുത്തുന്നതിനപ്പുറത്തോട്ട് ഞാൻ പ്രസംഗിക്കത്തില്ല. കർത്താവ് വെളിപ്പെടുത്തിയതിനപ്പുറത്തോട്ട് ഞാൻ പറയത്തില്ല. ഹല്ലേലൂയ. എന്റെ മുമ്പിൽ ഇരിക്കുന്നവരെ സന്തോഷിപ്പിച്ചും സുഖിപ്പിച്ചുമുള്ള ദൂത് ഞാൻ പ്രസംഗിക്കത്തില്ല. ദൈവം എന്തു വെളിപ്പെടുത്തുന്നോ അത് കൃത്യമായി വിളിച്ചു പറയും. എന്നോട് ആത്മാവ് ഇടപെടുക. നിന്റെ ആത്മാവിന്റെ ഒരുക്കം നിനക്ക് നിലനിർത്തണമെങ്കിൽ, ജഡത്തിന്റെ ബലഹീനതയെ നിനക്ക് ജയിക്കണമെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇന്ന് പകൽ ഇടപെടുന്നു. ഹല്ലേലൂയ. നിന്റെ ജഡത്തിലെ ചില ശരീരങ്ങളെ, ഹല്ലേലൂയ, പൗലോസ് വെളിപ്പെടുത്തിയ കോപത്തിന്റെ, ക്രോധത്തിന്റെ, ദൂഷണത്തിന്റെ, ദുർഭാഷണത്തിന്റെ, വ്യാജത്തിന്റെ, പഴയ മനുഷ്യന്റെ സ്വഭാവത്തിന്റെ എല്ലാ അവയവങ്ങളെ ഇന്ന് രാത്രി മരിപ്പിക്കുക. നിനക്ക് സ്വയം മനസ്സുണ്ടെങ്കിൽ, നിന്റെ ജഡത്തെ ദണ്ഡിപ്പിക്കാൻ നിനക്ക് സമ്മതമാണെങ്കിൽ, ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ പ്രാർത്ഥനയിൽ ഒരു ഉണർവ് വെളിപ്പെടും. ഹോറാബാല ഹത്തുന. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ജഡത്തിൽ ബലഹീനമായതുകൊണ്ടാണ് അവര് കിടന്നുറങ്ങിയത്. ആര്? ശിഷ്യന്മാര് കിടന്നുറങ്ങിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിഷ്യന്മാര് കിടന്നുറങ്ങി ജഡത്തിൽ ബലഹീനമായത് കൊണ്ടാ. ഇന്ന് രാത്രി ആത്മാവ് എന്നോട് ഇടപെടുന്നു. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനല്ല, മറിച്ച് സ്വയം നമ്മുടെ കുറ്റം കണ്ടുപിടിച്ച് നമ്മുടെ കുറവ് കണ്ടെത്തി ഇന്ന് രാത്രി ഇന്ന് പകൽ നീ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നു. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു അസാധാരണ ഉണർവ് വെളിപ്പെടത്തക്കവണ്ണം നിന്റെ അകത്തെ ആത്മീയ മനുഷ്യന്റെ ഒരുക്കത്തെ പുതുക്കാൻ പോകുകയാ. ഓ, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഒന്ന് സമർപ്പിക്കാൻ മനസ്സുള്ളവർ, ഹല്ലേലൂയ, എനിക്ക് നിർബന്ധമില്ല, ദൈവവചനത്തിന്റെ വെളിപ്പാടിന്റെ മുമ്പിൽ ഏൽപ്പിക്കാൻ, ഹല്ലേലൂയ, സമർപ്പിക്കാൻ മനസ്സുള്ളവർ, ഞാൻ പുണ്യവാളനല്ല, ഹല്ലേലൂയ എന്ന് സ്വയം പറയാൻ മനസ്സുള്ളവർ, അല്ലെ സ്വയം നീതീകരണം മാറ്റിവെച്ചിട്ട്, അല്ലെ സ്വയം നീതീകരണം മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ മുൻപാകെ സമർപ്പിക്കുന്ന ആരെങ്കിലും ഈ തിരുവെഴുത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ ആത്മനിയോഗത്തോടെ ദൂത് പറയുന്നു. ഇന്നലകളിൽ പ്രാർത്ഥിച്ചതുപോലെ അല്ല നാളെ നീ പ്രാർത്ഥിക്കാൻ പോകാൻ പോകുന്നത്. സംഭവിക്കട്ടെ കർത്താവേ, അത് സംഭവിക്കട്ടെ. ഒന്നാമത്തെ വെളിപ്പാട്
പിശാച് വെച്ച ചില കൂട പൊളിച്ചെങ്കിൽ രണ്ടാമത്തെ വെളിപ്പാട് നീ ഒരുക്കിയ ചില കൂട് പൊളിയണം. നീ ഒരുക്കി കെട്ടിവെച്ച ചില കൂട് പൊളിയണം. നിന്റെ സ്വഭാവത്തിൽ, നിന്റെ ക്യാരക്ടറിൽ, നിന്റെ ജീവിതത്തിൽ വന്ന ബലഹീനത നിമിത്തം, നിന്റെ ജീവിതത്തിൽ വന്ന കുറവ് നിമിത്തം, ഹല്ലേലൂയ, നിനക്ക് പ്രാർത്ഥിച്ചു കേറാൻ കഴിയാതെ, നിനക്ക് പ്രാർത്ഥിച്ചു മുന്നേറാൻ കഴിയാതെ, യെസ്, ഓക്ഷാരാമാന ഹംദരാജഗസിയാദര, ഹല്ലേലൂയ, മുന്നേറുവാൻ കഴിയാത്ത വിധത്തിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ വന്ന ബലഹീനതകളെ ഇന്ന് പകരം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഓറ ഹത്തുന രഗമനഗട ഹംദര ജഗക്ഷാദര. കോപം മാറ്റ്, ക്രോധം മാറ്റ്, ദൂഷണം മാറ്റ്, ദുർഭാഷണം മാറ്റ്, വ്യാജം പറയുന്നത് മാറ്റ്, പഴയ മനുഷ്യന്റെ സ്വഭാവ രീതികൾ മാറ്റ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി സമർപ്പിച്ചുകൊട്. ഇന്ന് രാത്രി അതൊന്ന് മാറ്റാൻ നിനക്ക് കഴിയുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു അസാധാരണമാകുന്ന ഒരു പ്രാർത്ഥന ലൈഫ് വെളിപ്പെടാൻ പോകുന്നു. ശിഷ്യന്മാര് 3 പേരുള്ളുമ്പോ യേശുക്രിസ്തു പ്രത്യേകം എടുത്ത് പത്രോസിനെ വിളിച്ചു. പത്രോസേ, നീ എന്തിനാ ഉറങ്ങുന്നേ? ഹല്ലേലൂയ. പത്രോസിനൊരു വിഷമം തോന്നിക്കാണും. യോഹന്നാനും യാക്കോബും കൂടെ ഉണ്ടായിട്ടും എന്നെയാണ് പേരെടുത്ത് പറഞ്ഞത്. പത്രോസേ, നിന്നെ പേരെടുത്ത് പറയാൻ ഹല്ലേലൂയ, നിന്റെ മുൻപിൽ ഹല്ലേലൂയ ഇരിക്കുന്ന നിന്നെ പേരെടുത്ത് പറയാൻ, നിന്റെ പേരെടുത്ത് പറയാൻ മറ്റുള്ളവരെ പോലല്ല നീ. മനസ്സിലാക്കണം, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിലാ തന്നത്. ഹല്ലേലൂയ. കടലിന്റെ മുകളിലൂടെ ഞാൻ നിന്നെ നടത്തി. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കൂടെ ഉള്ളവരിൽ നിന്നും വ്യത്യസ്ത തലത്തിൽ ഹല്ലേലൂയ ചിലത് കൈമാറിയതും, ചിലത് നിയോഗിച്ചതും, ചിലത് കണ്ടതും, ചിലത് കേട്ടതും, ചിലത് അനുഭവിച്ചതും നീയാണെന്ന് മറന്നു പോകരുത്. ഒരു പക്ഷെ യാക്കോബും യോഹന്നാനും ഉറങ്ങിയാലും പത്രോസേ, നീ ഉറങ്ങത്തില്ലെന്ന് ഞാൻ കരുതി, നീ ഉറങ്ങത്തില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. പേരെടുത്ത കർത്താവ് വിളിച്ചത് പത്രോസേ എന്ന്. ഹല്ലേലൂയ. ഇന്ന് എന്നോട് ആത്മാവ് ഒരു വെളിപ്പാട് പറയുന്നു. ചില വ്യക്തികൾ, എല്ലാവരുമല്ല, ചില വ്യക്തികൾ ദൈവവുമായിട്ടുള്ള പ്രാർത്ഥനാ ബന്ധത്തിൽ സ്പെഷ്യലാണെന്ന്. ഓ റാബ ശതന. ചിലർ ദൈവവുമായിട്ടുള്ള പ്രാർത്ഥനാ ബന്ധത്തിൽ നീ സ്പെഷ്യലാണെന്ന് ദൈവാത്മാവ് നിന്നോട് ആലോചന പറയുന്നു. വിശ്വസിക്കുന്നവർ മാത്രം, അതെന്നോടാണെന്ന് ഉറപ്പുള്ളവർ മാത്രം ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. മറ്റുള്ളവർ പ്രാർത്ഥിക്കാനിരിക്കുന്നുണ്ടോ, മറ്റുള്ളവർ എത്രത്തോളം പ്രാർത്ഥിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ വീക്ഷണത്തെക്കാട്ടിലും എന്നോട് ആത്മാ പറയുന്നു, ഈ മിനിസ്ട്രിക്കകത്ത് ചിലര് ദൈവം സ്പെഷ്യലായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു പ്രത്യേക പ്രാർത്ഥനയുടെ അഭിഷേകം, ഒരു പ്രത്യേക പ്രാർത്ഥനയുടെ വിളി, ഒരു പ്രത്യേക പ്രാർത്ഥനയുടെ നിയോഗം ദൈവം ചിലതിന്റെ മേൽ ഇന്ന് രാത്രി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതിന് വിരോധമായി നിൽക്കുന്ന നിന്റെ ജഡത്തിലെ കുറവുകളെ നീ ഏറ്റുപറ. ഹല്ലേലൂയ. കണ്ടോ, ജഡത്തിന്റെ ബലഹീനത. 2, ആത്മാവിന്റെ ഒരുക്കം. ഞാനത് പ്രസംഗിക്കുന്നില്ല, കാരണം സമയം ഒരുപാട് മുൻപോട്ട് പോയി. ജഡത്തിന്റെ ബലഹീനത മാത്രമേ പ്രസംഗിക്കാൻ സമയം കിട്ടിയുള്ളൂ. ആത്മാവിന്റെ ഒരുക്കമുണ്ട്. വാക്യം മാത്രം ഒന്ന് പറയാം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 16-ാം അധ്യായം 13-ാം വാക്യം. ഹല്ലേലൂയ. വാക്യം പറയാനേ സമയമുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ജഡത്തിന്റെ ബലഹീനത നീ പരിഹരിക്കുമ്പോൾ ആത്മാവിന്റെ ഒരുക്കത്തിനായി ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിന്നെ ആഹ്വാനം ചെയ്യുന്ന കാര്യം, 1, നിന്റെ ഉണർവിനെ അവൻ തരും. ഈ ഒരു കാര്യം നീ ക്രമീകരിക്കുമ്പോൾ നീ ഉണരും. ഹല്ലേലൂയ. മനസ്സിലായോ? ഉണർന്നിരിക്കും. അടുത്തത് പറയുന്നു, വിശ്വാസത്തിൽ നിലനിൽക്കും. കേട്ടോ, ആത്മാവിന് ക്ഷീണം വന്നാൽ ഹല്ലേലൂയ സ്തോത്രം, വിശ്വാസ ജീവിതത്തെ അത് ബാധിക്കും.
ഹല്ലേലൂയ സ്തോത്രം. ജഡം ജയിച്ചാൽ വിശ്വാസ ജീവിതത്തെ അത് ബാധിക്കും. കണ്ടോ? അപ്പൊ ആത്മാവിന്റെ ഒരുക്കത്തിന് വേണ്ടി, ഒന്ന്, ദൈവം നിന്നെ ഉണർത്തും. രണ്ട്, വിശ്വാസത്തിൽ നിലനിൽക്കും. മൂന്ന്, പുരുഷത്വം കാണിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മീയ നിലവാരത്തിൽ വന്നിട്ട് ഇന്നും കുഞ്ഞു കളിച്ചുകൊണ്ടിരിക്കരുത്. അതാ അതിന്റെ അർത്ഥം. ശിശുക്കളെ പോലെ ആവരുതെന്ന്. കുഞ്ഞു കളിച്ചുകൊണ്ടിരിക്കരുത്. ആത്മീയ നിലവാരത്തിലേക്ക് വന്നതിന് ശേഷം പുരുഷത്വം കാണിപ്പീൻ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഒരു പുരുഷനായിരിക്കുമ്പോൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന നിലയിലായിരിക്കണമെന്ന പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. അവസാനം പറയുന്നു, ശക്തിപ്പെടുക. കണ്ടോ? ആമേൻ. ഇന്ന് ബലഹീന അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഹല്ലേലൂയ. ശരീരത്തിന്റെ ബലഹീനത മനസ്സിലാക്കി, ഹല്ലേലൂയ സ്തോത്രം. നമുക്കിപ്പോ ഒരു ശരീരത്തിന് രോഗം വന്നാൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യത്തില്ലേ? അതിന് ട്രീറ്റ്മെന്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആത്മീയ ഉണർവിനെ തടയുന്ന, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ വളർച്ചയെ തടയുന്ന, നമ്മളെ ജഡത്തിൽ ബലഹീനമാക്കുന്നതിനെ ഇന്ന് രാത്രി വെളിപ്പെടുത്തി തന്നതിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പരിശുദ്ധാത്മാ പറയുന്നു, നിനക്കൊരു ഉണർവ് അവൻ തരും. വിശ്വാസത്തിൽ നിന്നെ അവൻ ഉറപ്പിക്കും. ഹല്ലേലൂയ. പുരുഷത്വം കാണിപ്പാൻ, ഹല്ലേലൂയ സ്തോത്രം, അവൻ കൃപ ചെയ്യും, നിന്നെ ശക്തിപ്പെടുത്തും. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ യേശുക്രിസ്തു പറഞ്ഞു, ഹല്ലേലൂയ, ആത്മാവ് ഒരുക്കമുള്ളതാ, പക്ഷേ അതിനെ തടയുന്നൊരു ജഡമുണ്ട്. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ട്, ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ട് എല്ലാവരും യേശുവിന്റെ നാമത്തിൽ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. ഒരു ഭാഗം മാത്രമേ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് കൈമാറിയുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടതുപോലെ ചില ചിന്തകൾ ആത്മീയമാകുന്ന ഉണർവിലേക്ക് നമ്മളെ കൊണ്ടുവരാതെ വണ്ണം, ആത്മീയമായ ഉണർവിലേക്ക് നമ്മളെ എത്തിക്കാതെ വണ്ണം പലവിധമാകുന്ന ചിന്തകളിട്ട്, ഹല്ലേലൂയ, പിശാചാകുന്നവൻ ഒരുക്കുന്ന പദ്ധതികൾ ഇന്ന് തിരിച്ചറിയട്ടെ. അതിനെ ജയിക്കാൻ നിന്റെ ശരീരത്തിനെ നീ മരിപ്പിക്കണം. ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ, ശരീരത്തിന്റെ അവയവങ്ങളെ നീ മരിപ്പിക്കണം. ഹല്ലേലൂയ. അത് ഓരോന്നായിട്ട് പൗലോസ് വെളിപ്പെടുത്തി. ഞാനത് നിങ്ങളോട് പറഞ്ഞു. ഇന്ന് രാത്രിയിൽ, ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവകരത്തിൽ ഒന്ന് സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് അല്പസമയം, ഒരു അല്പനേരം കൂടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. റീഖാല ഹുഡഗമന ശതറമനഗസിയ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ അല്പസമയം. കർത്താവേ, എന്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ, എന്റെ പ്രാർത്ഥനയിലെ ഉണർവിനെ തടയുന്ന, ദൈവവുമായിട്ടുള്ള എന്റെ പ്രാർത്ഥനാ ജീവിതത്തിലെ ആഴമേറിയ ബന്ധത്തിനെ തടയുന്ന, എന്റെ പ്രാർത്ഥനയുടെ സ്ഥിരതയെ ഇല്ലാതാക്കുന്ന കർത്താവെ, എന്റെ ജീവിതത്തിലെ കുറവുകൾ കർത്താവ് എന്നോട് ക്ഷമിക്കണമേ. അപ്പാ, ഞാൻ കോപിച്ചിട്ടുണ്ട്, ഞാൻ ക്രോധിച്ചിട്ടുണ്ട് കർത്താവേ. ഹല്ലേലൂയ. ദൂഷണം പറഞ്ഞിട്ടുണ്ട്, വ്യാജം പറഞ്ഞിട്ടുണ്ട്, ദുർഭാഷണം പറഞ്ഞിട്ടുണ്ട്, പഴയ ചില ഉപേക്ഷിച്ച ചില ക്യാരക്ടറുകൾ വീണ്ടും കയറി വന്നിട്ടുണ്ട്. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. എനിക്ക് പ്രാർത്ഥനയിൽ ഒരു ഉണർവ് തരണമേ. എനിക്ക് ആത്മീയ ജീവിതത്തിൽ ഒരു ഉണർവ് തരണമേ. പരിശുദ്ധാത്മാവിലെ ഒരുക്കം നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കരുതേ. ഇന്ന് രാത്രിയിൽ, ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് സമർപ്പിക്കാം, നമുക്കൊന്ന് സമർപ്പിക്കാം, നമുക്കൊന്ന് ഏൽപ്പിക്കാം, നമുക്കൊന്ന് ഏൽപ്പിക്കാം. കർത്താവേ, വചനത്തിന്റെ മുമ്പിൽ ഞങ്ങൾ താഴ്ത്തുന്നു, വചനത്തിന്റെ മുമ്പിൽ ഞങ്ങൾ താഴ്ത്തുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ ഞങ്ങൾ താഴ്ത്തുന്നു. ശ്രീകാലമാന ശന്തരാജന അർത്ഥപ്രവാഹന ഊടികെട്ടി അന്തൽ പ്രവക്ഷിയാതരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശകാനം ഊടരംഗ പ്രഭത്തുനി അന്തരാദിയാല പ്രപക്ഷം.
പ്രിയ സഹോദരി ബീന ഫിലിപ്പ് പരിശുദ്ധാത്മാവ് തന്റെ മകളോടൊരു ദൈവശബ്ദം കൈമാറാൻ എന്നോട് പറയുന്നു. ഊടാഗാമാന ഹത്തുര റഗതി, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു ദൈവത്തിന്റെ പ്രവർത്തനം ശബനഘടക ഈ ദിവസങ്ങളിൽ നീ കാണാൻ പോകുന്നു. അർത്ഥവേദ കിട്ടി അന്തൽ കമന ശ്രീബാന ഭൗഷസി അത്തുന റഗതുനി ആത്മനാദരം. പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ വെളിപ്പെടാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. വേണ്ടുന്ന പോലെ പ്രാർത്ഥിച്ച് മുന്നേറാൻ കഴിയാതെ വേണ്ടുന്നത് പോലെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ വേണ്ടുന്നത് പോലെ മുന്നേറാൻ കഴിയാതെ ഹൂഡാലാമാന റീഗത്തൂരാഭൗഷസി ചിന്തകളിട്ട് പിശാചുരുക്കിയ ചില കൂടുകൾ ഇന്ന് ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് മാറട്ടെ കർത്താവേ. ശഗ മന ഹതുൽ പ്രവജ ഊടകമന ഹതുരിയാത്മന ജഗസി. ഇന്ന് രാത്രി പ്രിയദാസിയോട് ആത്മാവറ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ഒരു ദൈവ സാന്നിധ്യം ഈ പ്രഭാതത്തിൽ ദാസി നിന്റെ മേൽ ഇറങ്ങി വരുന്നു കേട്ടോ, യേശുവിന്റെ നാമത്തിൽ. യേശു ക്രിസ്തു ഹല്ലേലൂയ ഇതേ ശിഷ്യന്മാരുമായി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഹല്ലേലൂയ താൻ പ്രാർത്ഥിക്കാനിരുന്ന ഇടത്ത് ഹല്ലേലൂയ വലിയൊരു തേജസ് ഇറങ്ങി വന്നു. ശഗ മന ഹുടി റങ്കൽ പ്രവർത്തന വലിയൊരു തേജസ് ഇറങ്ങി വന്നു. ഒരലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവന്റെ വസ്ത്രം മിന്നിത്തിളങ്ങി. യേശുവിന്റെ നാമത്തിൽ കർത്താവിനോട് പറയുന്നു, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഒരു അസാധാരണമാകുന്ന ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന നിലയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ നിയോഗിക്കുന്നു എന്ന് ഒരു ദൈവശബ്ദം കൈമാറുകയാ. ഓ രക്തത്താൽ ജയം. ഹൂഡക ഹംദന റിഗമന ഹത്തുന അർത്ഥന റീഗാമന ഹംശസിയ പ്രബന്ധാനി ഊടരാജ അർത്ഥക്കമന റീഗാനഭൗഷി അന്തൽക്കമന ഘടക. യേശുവിന്റെ നാമത്തിൽ അല്പസമയം എല്ലാരും പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഊടകമന ഹംദരാജനധര എല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ശഖലമന ദിയാരഘടക റീകാലബൗഡി അന്തൽ പ്രവധു നിയാലബൗഷി പ്രബന്ധന റീഗൽ ഖമന ഹംദന ജഗനിയ റീഗതുനി വേദപ്രവക്ഷിയ. യേശുവിന്റെ നാമത്തിൽ ൂടകമനഗരഗലഗരഗതുനി ആൽപ്രവക്ഷതിയാലഘടക സന്തുര ജഗത്തുനി. ഓ ദൈവകൃപ കർത്താവെ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ഓരോ വ്യക്തികളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഓരോ വ്യക്തികളുടെ വിഷയത്തിലും ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. കർത്താവെ ഞങ്ങൾ ക്രമീകരിക്കേണ്ട ഭാഗം ഞങ്ങൾ ക്രമീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് കരുണ കാണിക്കും. ഊടകമന ശംദരാത്മാദന. പ്രിയമകൻ അഭിജിത്ത് നാരായണൻ ശബന ഹുഡിയ റഗത്തുനി. ദൈവാത്മാവ് പ്രിയ മകനോട് ഇടപെടുക. അത്തുന വേദപ്രവക്ഷിയാംധരെ. പ്രാർത്ഥനാ ജീവിതത്തിൽ ദൈവം നിന്നെ ഒരു സ്പെഷ്യലായിട്ട് കണ്ടിട്ടുണ്ട്. ഷഗനഗി റഗത്തുനി. പ്രാർത്ഥനാ ജീവിതത്തിൽ ദൈവം നിന്നെ സ്പെഷ്യലായി കണ്ടിട്ടുണ്ട്. എന്നാൽ അത്തുര വേദപ്രവക്ഷിയാതര ഈ ദിവസങ്ങളിൽ ജഡത്തെ ജയിച്ചു കയറാൻ നീ നിന്നെ തന്നെ സമർപ്പിക്കാൻ ആത്മാവ് ഇടപെടുന്നു. ജഡത്തെ ജയിച്ചു കയറാൻ നീ നിന്നെ തന്നെ സമർപ്പിക്കുക. അത്തുന റീഗൽ ഖമന. അങ്ങനെ ജഡത്തിന്റെ പ്രവർത്തനങ്ങളെ ജയിച്ചു കയറാൻ നിനക്ക് കഴിഞ്ഞാൽ റീബാന ഭൗഷസി അബ്ദൽ പ്രവങ്കന
നിന്റെ അകത്തൊരു പ്രാർത്ഥനാ മനുഷ്യൻ എഴുന്നേറ്റു വരുന്നതായിട്ട് ദൈവാത്മാവെന്നെ ബോധ്യപ്പെടുത്തുന്നു. റീഗാന ഹംദന റഗതുനി, ഒരു പ്രാർത്ഥനാ മനുഷ്യൻ എഴുന്നേറ്റു വരുന്നു. എന്നെ കർത്താവ് വ്യക്തമായി കാണിക്കുന്നു. ശക്തമായി ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവെ, പ്രിയ തലമുറ ദൈവം തൊടട്ടെ, പ്രിയ പൈതലിനെ ദൈവം തൊടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് തൊടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ശന്തരാത്മതി, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹീഗാമ ഹംദന രഗദഗന, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ തലവണങ്ങിയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവരുടെ പ്രാർത്ഥനയോടുള്ള വെല്ലുവിളി മാറിപ്പോകട്ടെ. അവരുടെ ആത്മാവിന്റെ ഒരുക്കത്തോടുള്ള ഫൈറ്റിങ് മാറട്ടെ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവശക്തി ഇറങ്ങട്ടെ. വചനത്തിന്റെ പ്രവൃത്തി അവിടെ ഇറങ്ങട്ടെ. വചനത്തിന്റെ പ്രവൃത്തി അവിടെ ഇറങ്ങട്ടെ. വചനത്തിന്റെ ശക്തി അവിടെ ഇറങ്ങട്ടെ. പലർക്കും പ്രാർത്ഥനയിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല, പ്രാർത്ഥനയിൽ ഒരു സ്ഥിരതയില്ല. ഇന്ന് ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ മേഖലയിൽ ഒരു വിടുതൽ കൽപ്പിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവം ഒരു വിടുതൽ കൽപ്പിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ സ്ഥിരത വ്യാപരിക്കട്ടെ. 2 ദിവസം പ്രാർത്ഥിച്ച് 3-ാം ദിവസം പോയി കിടന്ന് ഉറങ്ങുകയല്ല. കർത്താവെ, ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനയിലെ സ്ഥിരത യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വ്യാപരിക്കട്ടെ കർത്താവെ. സതുരിയാത്മതിയാല, സൗമ്യ എന്ന് പറയുന്ന സഹോദരിയോട് ദൈവാത്മാവ് എന്നോടൊരു ദൈവശബ്ദം കൈമാറുന്നു. ശക്തമായി മകളെ നീ പ്രാർത്ഥിച്ചോ. എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ ഇടപെടുക. കുടകമന ഹന്തന, പ്രാർത്ഥന ജീവിതത്തിൽ ദൈവം നിന്നെ പ്രത്യേകം സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രത്യേകം ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ട്, പ്രത്യേകം നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. കുടക ഹത്തുന റഗത്തിനിയാംശസി, എന്നോട് ദൈവാത്മാവ് അങ്ങനെ സംസാരിക്കുന്നു. പ്രാർത്ഥനാ ജീവിതത്തിൽ നീ ദൈവത്തിനൊരു സ്പെഷ്യലാണെന്ന് ദൈവാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തുന്നു. ഇന്ന് രാത്രി കർത്താവ് എന്നോട് പറയുക, അലസത കാണിക്കരുത്, മടിയൊന്നും കാണിക്കരുത്. ആ വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കി എന്റെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതി ചെറുതല്ല എന്ന് മനസ്സിലാക്കി ഇന്ന് രാത്രി തീരുമാനം പുതുക്കാൻ മനസ്സ് കാണിച്ചാൽ ഹല്ലേലൂയ, പ്രാർത്ഥനാ ജീവിതത്തിൽ ദൈവം നിന്നെ സ്പെഷ്യലാക്കി നിർത്തുമെന്ന് ദൈവശബ്ദം കൈമാറുകയാ. യേശുവിന്റെ നാമത്തിൽ ഹോറാബാല, നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ക്രമീകരിച്ച് ജഡത്തിനെ ജയിച്ച് ആത്മാവിൽ ഒരുക്കമുള്ളവരായി ഈ നാളുകളിൽ നമുക്ക് ഉണർന്ന് പ്രാർത്ഥിക്കാം. അതിനായി ഈ മിനിസ്ട്രിയിലുള്ള ദൈവദാസന്മാരെ, ദൈവമക്കളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മീറ്റിംഗിലേക്ക് എനിക്ക് എന്നെ ക്ഷണിച്ച ദൈവദാസിയോടും എല്ലാ പ്രിയമുള്ളവരോടും നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. പരിശുദ്ധ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് ഓൾ. താങ്ക് യു.